We welcome you, Holy Spirit. Thank you, Jesus. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. അങ്ങേക്ക് ഇഷ്ടമുള്ളത് കേൾക്കുവാൻ, അങ്ങേക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. എല്ലാ മക്കളെയും ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. നന്ദി കർത്താവേ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയില് അല്ലേ നമ്മളൊരു വചനം എടുത്തായിരുന്നു. നമ്മൾ സ്വാതന്ത്ര്യത്തെ പറ്റി അല്ലേ, നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ് എന്നുള്ളൊരു വചനം നമ്മൾ എടുത്തായിരുന്നു. ഓർക്കുന്നുണ്ടോ? അതിന്റെ റെഫറൻസ് ഓർക്കുന്നുണ്ടോ? 2 കൊരിന്ത്യർ 3:17. ആ പിന്നെ അത് ഒന്നും കൂടി നമ്മൾ പറഞ്ഞു. ഗലാത്യർ 5:1. ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. ആ നോട്ട് റെഫറൻസ് ഒക്കെ എഴുതി ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുന്നവരെ ഓർത്ത് നന്ദി പറയുന്നു. നമ്മൾ എപ്പോഴും നമ്മുടെ വചനം എപ്പോഴും നമ്മുടെ നാവിൽ വേണം. കാര്യം അല്ലേ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അവിശ്വാസത്തിന്റെ തീയമ്പുകൾ എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. അവിശ്വാസത്തിന്റെ തീയമ്പുകൾ നമ്മളുടെ ചിന്താമണ്ഡലത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. സോ നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരിക്കുന്നു, വചനത്തിൽ നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരിക്കുന്നു, അത്രത്തോളം വേഗത്തിൽ നമുക്കതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം. നിങ്ങൾ വചനങ്ങളെ വായിക്കുമ്പോൾ നിങ്ങൾ ആ വചനങ്ങളിൽ എന്താ പറയുക, വചനമൊന്നും വായിച്ച് നമ്മളത് മറന്നു പോകണേതിൽ വരും, അല്ലെങ്കിൽ അതൊരു കേട്ടിട്ട് അത് എന്താ പറയുന്നത് അതിനെപ്പറ്റി മെഡിറ്റേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് അറിവായി മാത്രം പോകും. മറിച്ച് നിങ്ങൾ ആ വചനങ്ങളെ ഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ആ വചനത്തിന്റെ വെളിപ്പാട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തക്ക സമയത്ത് നമുക്ക് ആ വചനങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഞാൻ ഏതൊരു സാഹചര്യത്തിൽ കൂടെ പോകുമ്പോഴത്തേനും ആ സാഹചര്യം നമ്മളെ ജനിക്കുമ്പോഴും മനസ്സിൽ വിഷമം വരുമ്പോൾ പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ആ വായിച്ച വചനം നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് നിറഞ്ഞ് ഭയങ്കര ഒരു ബലം വരുന്ന അവസ്ഥ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്? ഉള്ളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ആമേൻ. അങ്ങനെ ശരിക്കും പറയുവാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വരേണ്ടത്. കാര്യം നമ്മൾ ഹൃദയത്തിൽ നമ്മൾ വചനങ്ങളെ നിറയ്ക്കുമ്പോൾ നമുക്ക് സാത്താൻ യാതൊരു വിധത്തിൽ നമുക്ക് ഹൃദയത്തിനകത്ത് ചിന്തകളെ കൊണ്ടിട്ട് നമ്മളെ എന്താ പറയുന്നേ ഡിസീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത്രത്തോളം പവർഫുൾ ആണ് ദൈവത്തിന്റെ വചനം. അപ്പം നമ്മൾ ഇന്നൊരു വചനം കൂടെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവം നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് പെട്ടെന്ന് വചനത്തിലേക്ക് ഒന്ന് നോക്കാം. സമയത്തിന്റെ പരിമിതികളുണ്ടല്ലോ. താങ്ക് യു ലോർഡ് ജീസസ്. ആദ്യം നമുക്കൊരു എന്താ പറയാ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. നെറ്റ്വർക്കിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. റോമറുടെ ലേഖനത്തിലേക്ക് നമുക്ക് പോകാം. റോമൻസ് 8:17, 8-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കാമോ? നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ മതി സിസ്റ്ററെ. അപ്പം എല്ലാരും ഒന്ന് വായിച്ചേ. എല്ലാവരുടെ കയ്യിൽ വചനം ബൈബിൾ ഇല്ലേ? എല്ലാരും ഒന്ന് ഒരുമിച്ചൊന്ന് വായിച്ചേ വചനം. മക്കളെങ്കിലോ അവകാശികളും അവനോടുകൂടെ അവനോട് അനുഭവിച്ചല്ലോ. ആമേൻ. അപ്പൊ വചനം പറയുന്നു അല്ലേ, നമ്മൾ മക്കളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച സമയത്ത് ഞാനിങ്ങനെ ഓർത്തു, നമ്മൾ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള നമ്മുടെ ഐഡന്റിറ്റി എന്താന്ന് സംസാരിക്കണമെന്ന് ഹൃദയത്തിൽ വന്നു. പക്ഷെ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് വേറൊരു വചനത്തിലേക്ക് എന്റെ ഹൃദയത്തെ കൊണ്ടുപോയി. അപ്പൊ ഈ ഒരു വചനമാണ് എന്റെ ഹൃദയത്തിലോട്ട് വന്നത്. അപ്പോൾ ദൈവത്തിന്റെ അല്ലേ, ഒന്നുകൂടെ ഒന്ന് അജിസ്റ്റർ ഒന്നുറക്കെ വായിച്ചേ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ആമേൻ. സ്തോത്രം. അപ്പൊ എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ദൈവത്തിന്റെ മകളും മകനുമായ നമ്മൾ അല്ലേ,
ആമേ. നമ്മൾ അതെ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്വർഗത്തിലിരിക്കുന്ന നല്ല പിതാവ് നമ്മളെ സ്നേഹിച്ച് അത്രത്തോളം സ്നേഹിച്ചുകൊണ്ടാണ് അല്ലെ, യോഹന്നാൻ സുവിശേഷം 3:16 പറയുന്ന പോലെ സ്വന്തം പുത്രനെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും അല്ലെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ അല്ലെ. സ്നേഹിച്ചു. അപ്പം ആ സ്വന്തം പുത്രനെ നമ്മൾക്ക് വേണ്ടി നൽകി നമ്മളെ വീണ്ടെടുത്തത്, നമ്മളെ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തത് നമ്മൾ മക്കൾ എന്നൊരു പദവിയിലേക്ക് കയറ്റാനാണ്. എന്നാൽ ആ മക്കളായെങ്കിൽ മാത്രമാണ് ദൈവത്തിലുള്ള സകല അവകാശങ്ങളും നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. കേൾക്കുന്നുണ്ടോ? അല്ലെ, നമ്മള് നമുക്കറിയാം, ആ ഒരു മുതിർന്ന ഒരാൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ അവകാശങ്ങളെ മാറ്റിവെക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്തിലെ സിസ്റ്റം പോലെ തന്നെ കർത്താവിന്റെ വചനം പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ മക്കളാവുമ്പോൾ ദൈവത്തിലുള്ള സകല അവകാശങ്ങളും, ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുവാണേ, ശ്രദ്ധിക്കണമേ, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകല്ലേ. ഇപ്പൊ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ അവകാശികളുമാണെന്ന് കർത്താവിന്റെ വചനം പറയുന്നത്. അതിന്റെ കൂടെ എഴുതിയിരിക്കുന്നതാണ് കർത്താവിന്റെ കൂട്ടവകാശികൾ എന്ന് എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? എന്താണ് കർത്താവിന്റെ കൂട്ടവകാശികൾ എന്ന് ഉദ്ദേശിക്കുന്നത്? നിനക്ക് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്തായിരിക്കും കൂട്ടവകാശി എന്ന് പറയുന്നതിന്റെ അർത്ഥം? സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം ക്രിസ്തുവിനോടുകൂടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു. കർത്താവിന്റെ അവകാശികളാ. കർത്താവിലുള്ളതെല്ലാം കർത്താവിലുള്ളതെല്ലാം എനിക്കും ഉണ്ട് അല്ലേ? ഉറപ്പാണോ? കർത്താവിലുള്ളതെല്ലാം നമുക്ക് ഉള്ളതാണ് ഉറപ്പുള്ളൊരു ആമേൻ പറഞ്ഞേ. ആമേൻ. നമുക്കത് ആ വചനം വായിക്കുമ്പോൾ നമുക്കതിന്റെ എന്താ പറയുന്ന ആഴങ്ങൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്ക് ബൈബിളിൽ ഉടനീളം ദൈവം അത്രത്തോളം നമ്മളെ സ്നേഹിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമ്മൾ പാപികളായിരുന്നിട്ടും നമ്മൾ ദൈവത്തിനെതിരെ പ്രവർത്തിച്ച ജനമായിരുന്നിട്ടും കർത്താവ് നമ്മുടെ കൂടെ ഇറങ്ങി വരുവാൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വസിക്കുവാൻ അത്രത്തോളം ആഗ്രഹമുണ്ടായിട്ട് സ്വന്തം പുത്രനെ അല്ലെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്ന സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്ന നമ്മളെ സ്നേഹിച്ചത് ആ ഒരു പാപം എന്നൊരു വലിയൊരു സെപ്പറേഷനെ മാറ്റി നമ്മളെ മക്കളായി സ്വീകരിക്കാനാ. മക്കളായി സ്വീകരിച്ചത് മാത്രമല്ല, നമ്മൾ ആ ഒരു അവകാശത്തിൽ ജീവിക്കാൻ വചനം പറയുന്ന പോലെ ക്രിസ്തുവിന്റെ കൂടെ കൂട്ടവകാശി, ദ ജോയിന്റ് ഹെയർസ് ഓഫ് ജീസസ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ യഥാർത്ഥമായ മീനിങ് നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. നമ്മൾ എന്താ പറയുന്നത്, കർത്താവിന് എന്തൊക്കെ ഇൻഹെറിറ്റൻസോ കർത്താവിൽ എന്തൊക്കെയുണ്ടോ അത് ഈക്വലി നമുക്ക് ലഭിക്കുകയാണ്. ഒരാമേൻ പറഞ്ഞേട്ടെ. എന്താ പറഞ്ഞ ഇതിന്റെ നമ്മൾ അതിന്റെ ഗ്രീക്ക് മീനിങ് എടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക സൈഗ്ലറോനോമസ് എന്ന് പറഞ്ഞൊരു പേര്. അപ്പൊ ഞാൻ ഇതിന്റെ ഗ്രീക്ക് അർത്ഥം കൂടെ ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു, ജസ്റ്റ് ഒന്ന് അതിന്റെ ഡീപ്പ് മീനിങ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അതിന്റെ അർത്ഥം അത് തന്നെയാണ്. അതായത് നമ്മൾ എന്താണോ ഒരാള് ഇപ്പൊ നമ്മളൊരു ജോയിന്റ് ബിസിനസ് ചെയ്യുമ്പം അവർക്ക് ഈക്വൽ ആയിട്ടുള്ള അധികാരമാണ് അല്ലെ. ആ ചെയ്യുന്ന ബിസിനസ്സിൽ അതിനകത്ത് ഫിനാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെയ്യുന്ന ഏത് കാര്യവും ആയിക്കോട്ടെ, അവർ ഈക്വൽ പാർട്ണർഷിപ്പാണ്. ഒരമ്മ പറഞ്ഞേട്ടെ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെ യേശുവിന്റെ കൂടെ ജോയിൻ എയർ ആവുമ്പോൾ അല്ലെങ്കിൽ ഈ യേശുവിന്റെ കൂടെ നമ്മൾ കൂട്ടവകാശി ആവുമ്പോൾ ക്രിസ്തുവിലുള്ളതെല്ലാം നിങ്ങൾക്കും ഉള്ളതാണ്. ക്രിസ്തുവിൽ എന്തൊക്കെ ഉണ്ടോ അത് നിങ്ങളിൽ ഉണ്ട്. ഒരാമേ പറഞ്ഞേട്ടെ. ഒരു നിമിഷം പറഞ്ഞേ യേശു ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ടോ അത് എന്റെ മേലുണ്ടെന്ന് പറഞ്ഞേട്ടെ. ആമേ. അങ്ങനെ ആവുമ്പോൾ എന്തുകൊണ്ടായിരിക്കും പലർക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് റിഫ്ലക്റ്റ് ആകാൻ സാധിക്കാത്തത്? യേശുവിൽ ഉള്ളതെല്ലാം എന്നിലുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത് എന്റെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ആകാതിരിക്കുന്നത്? കേട്ടെ, ഇത് കേൾക്കുന്നുണ്ടോ? ക്രിസ്തുവിലുള്ളതെല്ലാം നമ്മളിലുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അത് എല്ലാവരുടെയും ജീവിതത്തിൽ റിഫ്ലക്റ്റ് ആകാത്തത്?
കൽപ്പനകൾ നമ്മുടെ വാക്കുകളിൽ പ്രമാണിക്കുക. നമ്മുടെ മാസക്കുറവായി ചിന്തകൾ ഇപ്പോൾ ദൈവത്തിന്റെ സമയമുണ്ട് സമയം തരും. ആമേൻ. പല കാര്യങ്ങളുണ്ട് അല്ലേ, പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ, യേശുവിന്റെ കൂട്ടവകാശി, യേശുവിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾക്കുള്ളതാണ് വചനം സ്പഷ്ടമായിട്ട് പറയുന്നു. അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമുക്ക് ആദ്യം അറിയണം എന്തൊക്കെയാണ് നമ്മുടെ അവകാശങ്ങൾ എന്നല്ലേ. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ അവകാശങ്ങൾ നമ്മൾ അറിയണം. ആ അവകാശങ്ങൾ എന്റെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറയണം. നമ്മളെപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മൾ ഇതൊക്കെ ഞാനും ബ്രദറൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും വചനങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഒരു വിശ്വാസിക്ക് പലപ്പോഴും ഒരു വിശ്വാസിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ അവന്റെ സകല അവകാശത്തിലും ജീവിക്കാൻ സാധിക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നിലുള്ള കാര്യങ്ങളെ മാത്രം വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഒരു കിങ്ഡം പ്രിൻസിപ്പിൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാത്ത കാര്യങ്ങളെ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ് ഇന്ന കാര്യം നിങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിലായിരിക്കുന്ന നിങ്ങൾ അതിനെ റിസീവ് ചെയ്യണമെങ്കിൽ ആ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുകയും ആ വചനത്തെ നിങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ മാനിഫെസ്റ്റഡ് ആകും. ഒരാമേൻ പറഞ്ഞാട്ടെ. ഒന്നോടെ ഞാൻ പറയാം, ദൈവരാജ്യത്തിൽ എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നത് ഫെയ്ത്തിലാണ്. എവ്രിതിങ് ദാറ്റ്സ് വർക്ക്ഔട്ട് ഇൻ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ത്രൂ ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന അല്ലെ, നമ്മളെ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. അതിപ്പം നമ്മുടെ വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ജോലി കിട്ടാൻ അല്ലെങ്കിൽ മക്കളുടെ കല്യാണത്തിനായിട്ട് അല്ലെങ്കിൽ ആരും മാനസാന്തരത്തിനായിട്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവെ എന്റെ കുഞ്ഞിന്റെ വിവാഹം നടന്നതിന് നന്ദി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ലൗകികമായ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്ന പോലെ തന്നെയാണ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലും നമ്മളത് അപ്ലൈ ചെയ്യേണ്ടത്. ദൈവത്തിന്റെ വചനം ഇപ്പൊ പ്രകാരം പറയുന്നു, കർത്താവിലുള്ളതെല്ലാം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ നമ്മുടെ ബുദ്ധിക്ക് ഭയങ്കര പാടാ അല്ലേ. നമ്മുടെ ബുദ്ധി ഓർത്ത് നാളെ എങ്ങനെ എന്ത് കറി വെക്കണമെന്ന് ഓർത്തിരിക്കുമ്പോഴാണോ സിസ്റ്റർ പറയുന്നത് യേശുവിന്റെ കൂടെ യേശുവിലുള്ള എല്ലാം എനിക്കുണ്ട്, എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് ഈ തലവേദന ഒന്ന് മാറി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഈ ജോലി തന്നെ കിട്ടിയാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അങ്ങനെയല്ല. നമ്മൾ യേശുവിനെ അറിയുമ്പോൾ, നമ്മൾ യേശുവിനെ വിശ്വസിച്ച് രക്ഷകർത്താവുമായി ഏറ്റു പറയുമ്പോൾ നമ്മൾ മക്കൾ എന്നൊരു അധികാരത്തിലേക്ക് പദവിയിലേക്ക് വരുന്നതോടൊപ്പം തന്നെ ആ മക്കളുടെ കൂടെയുള്ള സകല അവകാശങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ യേശുവിനുള്ള സകലതും നമുക്ക് ലഭിച്ചിരിക്കുക. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യേണ്ട മെയിൻ പ്രിൻസിപ്പിൾ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിപ്പോ സ്പിരിച്വൽ ഗിഫ്റ്റുകൾ ആയിക്കോട്ടെ, മറ്റ് ഏത് സ്പിരിച്വൽ ആയിട്ടുള്ള നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതിനെ റിസീവ് ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയിലൂടെ നമ്മളത് വിശ്വസിക്കുമ്പോൾ, നമ്മളത് ഉണ്ട് എന്ന്, അത് എന്നിലുണ്ട് എന്ന് വിശ്വസിക്കുകയും അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് മാനിഫെസ്റ്റഡ് ആകുന്നു. ഈ ഒരു സിമ്പിൾ പ്രോസസ്സാണ്. പക്ഷെ ഈ ഒരു സിമ്പിൾ പ്രോസസ്സിനെ പലപ്പോഴും നമ്മുടെ ജ്ഞാനം കൊണ്ട്, ഈ ലോകത്തിലെ ജ്ഞാനം കൊണ്ട് പലർക്കും അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഫെയ്ത്ത് പറഞ്ഞിട്ട് എനിക്കിതുണ്ട്, അല്ലെങ്കിൽ അത് എനിക്ക് സ്വർഗത്തിലെ, ഇപ്പൊ വചനം പറഞ്ഞ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു അല്ലേ. ഈ ഒരു സത്യം നമ്മളെ വിശ്വസിച്ച് നമ്മൾ ഏറ്റുപറയുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു 100% വിശ്വാസികളിൽ അതിലൊരു 30 to 40% ആൾക്കാരായിരിക്കും, അത്രത്തോളം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, അവർ ക്രിസ്തുവിലുള്ള ജയകരമായ ജീവിതം നയിക്കുന്നത്. അങ്ങനെയുള്ളവർ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പൊട്ടന്മാരെ പോലെ വിശ്വസിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലെ, ശിശുക്കൾ എന്റെ അടുക്കൽ വരട്ടെ. എന്തുകൊണ്ടാ ശിശുക്കളെ ദൈവത്തിന് ഇഷ്ടം, അല്ലെങ്കിൽ ശിശുക്കളെ പോലെ ഉള്ളവർക്ക് ദൈവരാജ്യത്തിലോട്ട് എൻട്രി പെട്ടെന്നുള്ളത് എന്താ? അവരുടെ ഉള്ളിൽ വേറെ ഒന്നുമില്ല, അവർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. നമ്മുടെ പേരൻസിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഡിപ്പെൻഡ് ആയതുപോലെ തന്നെ നമ്മൾ ശിശുക്കളെ പോലെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ വിശ്വസിക്കാതെ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ വചനത്തിൽ ഒരു പൊട്ടീനെ പോലെ വിശ്വസിക്കുന്നവർക്കാണ് ഈ വചനത്തിലുള്ള സകലെന്ന് പറഞ്ഞ ജീവിതത്തിൽ മാനിഫെസ്റ്റഡ് ആവുള്ളൂ. അതുകൊണ്ട് എത്ര പേര് ഇന്ന് തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ എത്ര പേര് വിശ്വസിക്കും, കർത്താവെ മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, ഈ ലോകം എന്തും പറഞ്ഞോട്ടെ, ഈ ലോകത്തിലെ ജ്ഞാനം എന്തും പറഞ്ഞോട്ടെ, ഡോക്ടേഴ്സ് എന്തും പറഞ്ഞോട്ടെ, അയൽവക്കക്കാർ
എന്ത് പറഞ്ഞോട്ടെ, എന്റെ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു അതൊരു പൊട്ടനെ പോലെ, അല്ലെങ്കിൽ ഞാൻ അത് പൂർണ്ണമായിട്ടും ഞാനത് ഏറ്റെടുക്കും എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അമ്മ നമ്മൾ ഒന്നും നോക്കാതെ അതിനെ ഏറ്റെടുക്കുമ്പോൾ, ആ വാക്തത്വത്തെ ചാടി പിടിക്കുമ്പോൾ, അതിനെ വിശ്വസിച്ച് അതിനെ മുറുകെ പിടിച്ച് എന്താ പറഞ്ഞ നമ്മൾ അതിനെ എന്റെ ജീവിതത്തിൽ അതുണ്ട് എന്ന് വിളിച്ചു പറയുമ്പോൾ, ഇന്ന് കാണില്ലായിരിക്കാം, നാളെ കാണില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ പറയുന്ന ഓരോ വചനങ്ങളും ഓരോ വിത്തായിട്ട് അതിനെ അത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും വചനം പറയുന്ന പോലെ അല്ലേ, അത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുവോ. അത് ഇപ്പൊ ഒരു പ്ലാന്റ്, ഒരു കുഞ്ഞു സീഡ് വലുതാകുന്ന പോലെ തന്നെ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഒരു സീഡ് കുഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് മരമായിട്ട് കാണാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാകും, അത് കർത്താവിന്റെ സമയം എന്നപോലെയാണ്. പക്ഷെ ചില കാര്യങ്ങളെ നമ്മൾ അത് വിശ്വാസത്തിൽ നമ്മൾ അത് എറിയുമ്പോൾ അത് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിനെ മുള പൊട്ടി അത് ഇലയായിട്ട് തണ്ടായിട്ട് അത് വലിയൊരു വൃക്ഷമായിട്ട് മറ്റുള്ളവർക്ക് കാണക്കത്ത വിധത്തില്ല ഇങ്ങനെ പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ചിലരെ, നിങ്ങൾ ഇപ്പോഴും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടും കാണാതെ മടുത്തിരിക്കുന്നതോടെ ഞാൻ പറയുന്നത്, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുക. ആ വാക്തത്വത്തിന്റെ നിവൃത്തി നിങ്ങളുടെ കൺമുന്നിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണും. ആമേൻ, സ്തോത്രം. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. വചനം പറയുന്നുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളായ നമ്മൾ അല്ലെ, ദൈവത്തിന്റെ അവകാശികളും യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ്. അജയ് സിസ്റ്റർ വചനം ഒന്നുകൂടെ വായിച്ചേ, ഒന്ന് വായിക്കാവോ സിസ്റ്ററെ? നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ തന്നെ അല്ലെ, നമ്മൾ ഈക്വൽ ആയിട്ടാണ്. യേശുവിൽ എന്തൊക്കെയുണ്ടോ അത് നമ്മളിൽ ദൈവം തന്നിരിക്കുകയാണ്. അത് എവിടെ മുതലാണ് തുടങ്ങുന്നത്? പിതാവായ ദൈവം യേശുവിനെ എന്താ പറയുന്നേ, സ്വന്തം പുത്രന് നൽകി ആദരിച്ചല്ലേ, അത് സ്വന്തം പുത്രനാണ്. അതേപോലെ തന്നെ നമ്മൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ ആരായി തീർന്നു? നമ്മൾ മക്കളായി തീർന്നു അല്ലെ. ഇന്ന് നമ്മള് അതുപോലെ തന്നെ യേശുവിനെ ഇരുത്തിയിരിക്കുന്ന അതേ പൊസിഷനിലാണോ നമ്മൾ ഇരിക്കുന്നത്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശുവിലുള്ള അതേ പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന്? അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നതിന്റെ ആധാരം എന്താണ്? വചനത്തിൽ എവിടെയാണ് അത് പറയുന്നത്? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്നൊരു വചനം എടുക്കാം. എഫേഷ്യൻസ് 2:6. അപ്പൊ ഒന്നാമതായി നമ്മൾ യേശുവിന്റെ കൂടെ കൂട്ടവകാശി എന്ന് പറയുമ്പോൾ നമ്മളും യേശുവിനെയും പിതാവായ ദൈവം ഒരേ സ്ഥാനത്ത് എടുത്തിരിക്കുന്നു. ഇപ്പൊ ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോണമേ, വി ആർ പൊസിഷൻഡ് ഈക്വലി വിത്ത് ക്രൈസ്റ്റ് ജീസസ്. നമ്മള് യേശുവിന്റെ അതേ പൊസിഷൻ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതാണ് സത്യദൈവ മക്കളെ. യേശുവിനെ വിശ്വസിച്ച് രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തി, യേശുവിന്റെ മരണ പുനരുദ്ധാന പ്രക്രിയയിലൂടെ നമ്മൾ വിശ്വാസത്താൽ കടന്നു പോകുന്ന വീണ്ടും ജനിച്ച ഒരു വ്യക്തി, ഒരു ദൈവത്തിന്റെ മകനെ ദൈവം സെയിം പൊസിഷനിലാണ് ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഈ ഓരോ വചനങ്ങൾ നമ്മൾ അതിനെ അറ്റസ്റ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ എന്ത് വിശ്വസിച്ചാലും അതിന് അടിസ്ഥാനപരമായ ഒരു വചനം വേണം അല്ലെ. അപ്പൊ നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞു നമ്മൾ യേശുവിന്റെ കൂടെ ഒരേ പൊസിഷനിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പൊ എന്താ സിസ്റ്ററെ, അപ്പൊ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് അത് എവിടെയാ? വചനത്തിൽ എവിടെ നമുക്ക് കാണാൻ പറ്റുന്നേ? നമുക്കത് പറയാൻ പറ്റണം. കാര്യം നമുക്ക് ഈ ഒരു വചനം എന്ന് പറയുന്നത് നമുക്ക് ജീവൻ നൽകുന്നത് മാത്രമല്ല, ഇതൊരു ലീഗലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. സ്പിരിച്വൽ വേൾഡിൽ ഒരു ലീഗൽ റിക്വയർമെന്റ് ആയിട്ട് ദൈവത്തിന്റെ വചനം നിൽക്കും. പിശാച് ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ഫോർ എക്സാമ്പിൾ, നിനക്ക് ഈ ലോകത്തിൽ ഒരു പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും താഴ്ന്ന പൊസിഷനിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. അവർ ഏറ്റവും കുറവായിട്ടായിരിക്കും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും താഴ്ന്ന രീതിയിലായിരിക്കും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കർത്താവ് എന്താണോ നിങ്ങളെ പറ്റി പറയുന്നത് അത് മാത്രമാണ് നിങ്ങൾ. വീണ്ടും ഞാൻ പറയാം, നിങ്ങൾ എന്താണോ എന്ന് പറയുന്നത് നിങ്ങളുടെ അയൽക്കാരല്ല തീരുമാനിക്കുന്നത്, നിങ്ങളുടെ കൂട്ടുകാരല്ല തീരുമാനിക്കുന്നത്, നിങ്ങൾ തന്നെയല്ല നിങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുന്നത് നിങ്ങളെ നാശം കാണാതിരിക്കുന്ന വ്യക്തികൾ അവരല്ല, അവർ പറയുന്നല്ല അത് സത്യം. നിങ്ങൾ എന്താണോ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു അത് മാത്രമാണ് നിങ്ങൾ. അത് മാത്രമാണ് നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പറയണം, കരങ്ങൾ
കരമെടുത്ത് ദേഹത്തോട് പറഞ്ഞു, എന്നെ പറ്റി യേശു എന്താണ് ഞാനെന്ന് പറയുന്നത്, അതാണ് ഞാൻ. ഒന്ന് പറഞ്ഞേ, യേശു എന്താണെന്നാണ് ഞാൻ പറയുന്നത്, അത് മാത്രമാണ് ഞാൻ. ആമേൻ. വചനം എന്താണ് എന്നെ പറ്റി പറയുന്നത്, അത് മാത്രമാണ് ഞാൻ. ആമേൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. നമ്മൾ പറയുന്ന പോലെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ കൂട്ടവകാശി, ആ ഒരു വാക്ക് മാത്രം എടുത്താണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. അപ്പൊ കൂട്ടവകാശി എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രീക്ക് പദത്തിൽ നമ്മൾ പറഞ്ഞ പോലെ അതിന്റെ ഡീപ്പ് മീനിങ് എന്ന് പറഞ്ഞാൽ ഈക്വൽ പാർട്ട്ണർഷിപ്പ്. എന്തൊക്കെ അവകാശങ്ങൾ യേശുവിലുണ്ടോ അത് തന്നെയാണ് നിങ്ങൾ. അപ്പൊ അതിന് ഒന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം വചനം പറയുന്ന പോലെ നമ്മൾ ഈക്വലി പൊസിഷൻഡ് വിത്ത് ജീസസ്, അതിനെ ഉറപ്പിക്കുന്ന ഒരു വചനത്തെ നമുക്ക് പെട്ടെന്ന് എടുത്തു പോകാം. എഫേഷ്യൻസ് 2:6 നമ്മൾ എപ്പോഴും പറയുന്ന വചനമാണ്. ഒന്ന് പെട്ടെന്ന് വായിക്കാവോ അജയ സിസ്റ്ററെ? എഫേഷ്യൻസ് 2:6. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ആമേ. അതൊന്നും ഒന്നോടെ വായിച്ചേ. ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽപ്പിച്ച്. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇത് ആരെ പറ്റിയാ പറയുന്നേ? നമ്മെ കുറിച്ച്, രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച്. ആമേൻ. അപ്പൊ നമ്മൾ എവിടെയാ ഇരിക്കുന്നെന്നാ പറഞ്ഞിരിക്കുന്നേ? സ്വർഗത്തിൽ ആരുടെ കൂടെ ഇരിക്കുന്നേ? അപ്പൊ നമ്മള് അപ്പോൾ നമ്മള് വചനം പറയുന്നു, നിങ്ങൾ മക്കളായതുകൊണ്ട് അവകാശികളാണ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് അവിടെ തീർക്കുവാണ്. വ്യക്തമായിട്ട് വചനം എടുത്തു കാണിക്കുവാണ്. നമ്മൾ ആ യേശു ക്രിസ്തു ഇരിക്കുന്നതിന്റെ തൊട്ടടുത്താണ് നമ്മൾ ഇരിക്കുന്നത്. അത് തന്നെയല്ലേ ഈ അർത്ഥം നമ്മളോട് പറയുന്നത്, ഈക്വൽ പാർട്ട്ണർഷിപ്പ്. കാര്യം പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മൾ ഒന്നിലും താഴ്ന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ എവിടത്തോളം ഉയർത്തിയോ അത്രത്തോളം അതേ സ്വർഗീയ സ്ഥലങ്ങളിൽ നമ്മൾ ഒരുമിച്ചിരുത്തിയിരിക്കുക. എത്രത്തോളം ഒരു ശക്തമായ, അപ്പോഴാണ് നമ്മൾ പറയുന്നത്, അയ്യോ എനിക്ക് കഴിവില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ നോക്കി പറയും. ചിലപ്പോൾ സഹോദരങ്ങളായിക്കോട്ടെ, ചില സമയത്തെ മാതാപിതാക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ആൾക്കാരായിക്കോട്ടെ, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നിനക്ക് എന്ത് യോഗ്യതയുള്ള എന്ന് പിശാച് അവരിലൂടെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഈ വചനം എടുത്തു പറയണം. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ എവിടെ ഇരുത്തിയിരിക്കുന്ന ആ വചനം ഒന്ന് എല്ലാവരും വായിച്ചേ. ക്രിസ്തു യേശുവിൽ എഫേഷ്യർ 2:6. നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ നമ്മളെ പറ്റി, നമ്മുടെ പൊസിഷൻ, നമ്മളെ ദൈവം പൊസിഷൻ ചെയ്തിരിക്കുന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായ ഒരു അറിവ് വേണം, അല്ലെ? ദൈവത്തിന്റെ വചനം പറയുന്നത് ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഒന്ന് ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തിരിക്കാം, പക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തിൽ ഒന്ന് പറഞ്ഞ്, ഞാൻ യേശു ക്രിസ്തുവിന്റെ കൂടെ മരിച്ചു, ഞാൻ വിശ്വാസത്താൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ കൂടെ മരിച്ചു, യേശു ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ഞാൻ യേശു ക്രിസ്തുവിന്റെ കൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. ഐ എം സീറ്റഡ് ഇൻ ദ ഹെവൻലി പ്ലേസസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ. ഒന്ന് പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിന്റെ ഒപ്പമാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത്, നിങ്ങൾ ലോകപരമായിട്ടല്ല ഇരിക്കുന്നത്, നിങ്ങൾ ദൈവരാജ്യത്തിലെ സ്വർഗീയ സ്ഥലങ്ങളിൽ യേശുവിന്റെ ഒപ്പം തന്നെ സെയിം പൊസിഷനാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അത് കർത്താവ് നമുക്ക് തന്ന കൃപയാണ്, അത് ദൈവം നമുക്ക് തന്ന അവകാശമാണ്, ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ യേശുവിന്റെ കൂടെ ഇരിക്കുന്നെന്ന് പറയാനുള്ള, ദൈവത്തിന്റെ കൂടെ ഇരിക്കാനുള്ള മഹാഭാഗ്യത്തെ ദൈവം നമുക്ക് തന്നു. ഒന്ന് അല്ലേ, ഹി പൊസിഷൻ ourselves with Jesus Christ in the heavenly places. യേശുവിന്റെ കൂടെ നമ്മൾ ഇരിക്കുന്നു. പറഞ്ഞ, ഞാൻ യേശുവിന്റെ കൂടെ ഇരിക്കണം സ്വർഗീയ സ്ഥലങ്ങളിൽ. നമ്മൾ യേശുവിന്റെ കൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളെയും നമ്മളെ തൊടത്തില്ല. നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റിലോട്ട് വന്നാൽ, നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റിൽ ജീവിക്കാൻ തുടങ്ങിയ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിലുള്ളതല്ല, നിങ്ങൾ ഉയരത്തിലുള്ളത് ആരായി എന്ന് പറയുന്നത്, അല്ലേ?
ഉയരത്തിൽ എന്താ ഇരിക്കുന്നത്? നമ്മൾ സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? നമ്മൾ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുക. പക്ഷേ ഇൻ റിയാലിറ്റി, ഇൻ സ്പിരിച്വൽ വേൾഡില് വി ആർ ഓൾറെഡി സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. ഒരാമേൻ പറഞ്ഞാട്ടെ. നമ്മളെല്ലാരും ഇരിക്കുന്നല്ലേ? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോയി യേശുവിന്റെ കൂടെ വാഴും. പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? നമ്മൾ യേശുവിന്റെ കൂടെ തന്നെയാണോ? ആകെയുള്ള ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിലാണെന്നുള്ള ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ. എന്താ പറയുന്നത്, നമ്മൾ ഈ ബോഡിയിലാന്നുള്ള ഒരു ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ നമുക്ക് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നമുക്ക് ഈ ഒരു ഹെവൻ ഓൺ എക്സ്പീരിയൻസ് നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് പറയുന്നത്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ, ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്ന ഒരേ ഒരു വിശ്വാസത്തിൽ, യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന സെയിം പൊസിഷനിലാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വിചാരിക്കില്ല നിങ്ങൾ ചെറിയവരാണ്, ഞാൻ കുറഞ്ഞു പോയി, എനിക്ക് കഴിവില്ല, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും ചെറിയവളാണ്, ഇളയവളാണ്, ആരെങ്കിലും വിശ്വസിക്കണമെന്ന് നിങ്ങളെ നോക്കി പറയാം. മകളെ, മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ യേശുവിൻ്റെ കൂടെ അതേ പൊസിഷനിൽ, അതേ സീറ്റഡ്, അതേ പൊസിഷനിൽ എന്ന സ്വർഗീയ സ്ഥലങ്ങളിലാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങളെ ആർക്കെങ്കിലും തൊടാൻ പറ്റുമോ പ്രിയമക്കളെ? നിങ്ങളെ ആർക്കെങ്കിലും നിങ്ങളെ തോപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആരാ? യേശു അല്ലേ? ആമേൻ, ആമേൻ, ആമേൻ പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ഒന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ ഓർപ്പിക്കട്ടെ. ഒരു ശക്തിയോടെ രാമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു യേശുക്രിസ്തുവിലുള്ളതെല്ലാം നമ്മള് അതേ ഈക്വലി നമ്മളത് ഷെയർ ചെയ്യാണ്. ഒന്നാമതായി പറഞ്ഞു നമ്മളെ പൊസിഷൻ ദൈവം ചെയ്തിരിക്കുന്നു. നമ്മളെ സ്വർഗീയ സ്ഥലങ്ങളിൽ യേശുവിന്റെ കൂടെ നമ്മളെ പൊസിഷൻ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിലുള്ളത് വേറെ എന്താണ് നമ്മളുള്ളത്? ഒന്ന് പറഞ്ഞേ. നമുക്ക് ആ ഒരു സെയിം പൊസിഷൻ ദൈവമാക്കി. പിന്നെ എന്താണ് നമുക്ക് ചെയ്തത്? കോഹേഴ്സ്, കൂട്ടവകാശി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്ന എന്തൊക്കെയാണ്? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നു. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നു. പിന്നെ അധികാരം. അമ്മേ, ഞാൻ പറയാം. യേശുവിലുള്ള അതേ ആത്മാവിനെ നമുക്ക് ദൈവം നൽകിയോ? ആമേൻ. യേശുവിലുള്ള അതേ ആത്മാവിനെ നമുക്ക് ദൈവം നൽകി. അത് ഏത് വചനത്താ പറയുന്നത്? യേശുവിലുള്ള അതേ ആത്മാവിനെ നമുക്ക് നൽകിയെന്ന്. നമ്മൾ ഈ വചനങ്ങൾ അറിഞ്ഞ്, ഈ സത്യങ്ങൾ, ഇതെല്ലാം വചനത്തിന്റെ മർമ്മങ്ങളാണ്. ഈ മർമ്മങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ റെഫറൻസും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കർത്താവ് നമുക്കത് ഓർത്തിരിക്കാൻ ബലം തട്ടെ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വചനമാണ് അല്ലെ? യേശുക്രിസ്തുവിനെ മരിച്ചിട്ട് എഴുന്ന് ഉറപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. റോമർ 8:11. അജയ സിസ്റ്റർ ഒന്ന് വായിക്കാമോ? വചനം പെട്ടെന്നൊന്ന് വായിക്കാമോ? നിങ്ങൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പോണം കേട്ടോ. അജയ സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? റോമർ 8:11 ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആമേൻ. അപ്പൊ യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചിരുന്നെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നു അല്ലേ? നമുക്ക് ബൈബിൾ ഉടനീളം കാണാൻ പറ്റും യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ നടക്കപ്പെട്ടു. അല്ലേ? എങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് നമുക്ക് സുവിശേഷത്തിൽ ഉടനീളം കാണാൻ പറ്റും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ഇന്ന് അതേ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുക. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് കർത്താവിലുള്ള അതേ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് ഉള്ളിൽ തന്നിരിക്കുക. അപ്പോൾ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ ചെയ്ത സകല കാര്യങ്ങളും അതേ ആത്മശക്തി നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് വ്യാപരിക്കുക. ദൈവമക്കളെ ഒന്ന് ഓർത്ത് നോക്കിയേ. നമുക്കത് എത്രത്തോളം അതൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന അറിയത്തില്ല. യേശുവിലുള്ള അതേ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുക.
നിങ്ങൾ ആ ഒരു സത്യത്തെ വിളിച്ചു പറയുമ്പോൾ, യേശുവിന്റെ നാമത്തെ നിങ്ങൾ വിളിച്ച്, ഞാൻ എപ്പോഴും വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ യേശുവിന്റെ കൂട്ടവകാശം, യേശുവിലുള്ള അതേ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, ആ ആത്മാവിൽ ഞാൻ ജീവിക്കും, ആ ആത്മാവ് ഞാൻ നടക്കപ്പെടും. ആ പരിശുദ്ധ അത് വചനം ഇവിടെ ഇപ്രകാരം ഇത് യേശുക്രിസ്തുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവെന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പം മരണത്തെയും ജയിച്ച പുനരുദ്ധാനത്തിന്റെ ഒരു ശക്തിയാണ് അവിടെ കാണിക്കുന്നത്. മരണത്തെ ജയിക്കുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞ പുനരുദ്ധാനത്തിന്റെ ശക്തിയാ അല്ലെ. അപ്പൊ ആ ഒരു ഒറ്റൊരു വചനത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി, യേശുക്രിസ്തുവിന്റെ മനുഷ്യനെ ഉയർപ്പിച്ച അതേ ആത്മാവ് അല്ലെങ്കിൽ അതേ പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് നിങ്ങളിൽ വ്യാപരിക്കുന്നത്. യേശുക്രിസ്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ ക്രിസ്തുവേശുവിൽ വ്യാപരിച്ച അതേ പുനരുദ്ധാനത്തിന്റെ ശക്തി, സകലത്തെയും ജീവിപ്പിക്കുന്ന ശക്തി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുവിലുള്ള അതേ ആത്മാവ് തന്നെ നമ്മളിലുണ്ട്. എന്ന് മ്യൂട്ട് ചെയ്യണേ എല്ലാവരും, ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. യേശുവിലുള്ള അതേ ആത്മാവ് തന്നെ നമ്മളിലുണ്ട്. യേശുവിലുള്ള അതേ പുനരുദ്ധാന ശക്തി, പുനരുദ്ധാന ശക്തി നമ്മളിലുണ്ട്. യേശുവിന്റെ പുനരുദ്ധാന ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതിനെയും ജീവിപ്പിക്കുന്നത്. അപ്പൊ ഇന്ന് ആരെങ്കിലും ശരീരത്തിൽ രോഗമോ അല്ലെങ്കിൽ വേദനയായിട്ട് ഇന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ പറയണം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച ആത്മാവ്, അതേ ആത്മാവ്, ആ പുനരുദ്ധാനത്തിന്റെ ശക്തി വസിക്കുന്ന പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഇന്ന് എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ, ആ ജീവൻ എൻ്റെ വസിക്കുമ്പോൾ ഒരു രോഗത്തിന് നമ്മുടെ ശരീരത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നിടത്ത് അവിടെ ഒരു കുറവുകളും പറ്റത്തില്ല. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, യേശുവിനകത്ത്, യേശു ഈ ലോകത്ത് ജീവിച്ചപ്പോ പാപം ഒഴികെ ബാക്കി എല്ലാത്തെല്ലാം പരീക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. യേശുവിലൂടെ നമുക്ക് ക്രിസ്തുവേശു നേടിത്തന്ന ഒരു ദിവ്യ ആരോഗ്യമുണ്ട്. നമ്മൾ പറയുന്ന പോലെ തന്നെ യേശുവിലുള്ള ഒരു ഡിവിനിറ്റി ഉണ്ട്, ഡിവൈൻ നേച്ചർ, അത് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിവിനിറ്റി അല്ലെങ്കിൽ ഡിവൈൻ നേച്ചറിൽ നമ്മളെ നടക്കാൻ സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഒരു ആമേൻ പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. അതുകൊണ്ട് ഇന്ന് വിളിച്ചു പറയണം, യേശുവിലുള്ള അതേ ആത്മാവ് എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു, അതേ പുനരുദ്ധാനത്തിന്റെ ശക്തി എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു, അത് എന്നിൽ നിന്ന് അനേകരിലേക്ക് ഒഴുകും. ഒന്ന് പറഞ്ഞാട്ടെ യേശു വിശ്വാസത്താൽ പറഞ്ഞാട്ടെ. ഇന്ന് പിശാച് ഇന്ന് ഭയപ്പെടുക. സത്യം അറിയുമ്പോൾ ആളുകൾ വിടുവിക്കപ്പെടുന്നേ, സത്യം അറിയുമ്പോൾ ആളുകൾ വിടുവിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാട്ടെ, യേശുവിലുള്ള അതേ ആത്മാവ് എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു. യേശുവിലുള്ള പുനരുദ്ധാനത്തിന്റെ ശക്തി, മരണത്തെ ജയിച്ച, രോഗത്തെ ജയിച്ച, പാപത്തെ ജയിച്ച ആ ശക്തി ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, നിങ്ങൾക്ക് പാപത്തെയും ശാപത്തെയും രോഗത്തെയും സകലത്തെയും മേലെ വാഴുവാനുള്ള ദിവ്യശക്തി പരിശുദ്ധാത്മാവ് മൂലം എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഓ റബന ശതേരിയാന. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ താങ്ക് യു ജീസസ്. പിതാവായ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതെന്ന് പറയുമ്പോൾ അതൊരു വെറും ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല. യേശുക്രിസ്തുവിലൂടെ നമ്മളെ വീണ്ടെടുത്തപ്പോൾ, യേശുക്രിസ്തുവിലെ നമ്മളെ വീണ്ടെടുപ്പ്, യേശുവിലുള്ളത് സകലത് നിങ്ങൾക്ക് വേണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ചു. ഒരാമേൻ പറഞ്ഞാട്ടെ. പിതാവായ ദൈവത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ, ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നേ. ഒന്ന് മ്യൂട്ട് ചെയ്ത് പ്രിയപ്പെട്ടവരെ. ഞാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളത് മ്യൂട്ട് ചെയ്യണേ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പം എന്താ പറഞ്ഞ, ഏതേൻ തോട്ടത്തിൽ വെച്ച് പിതാവായ ദൈവം മനുഷ്യരുടെ കൂടെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ ഒരു ഒത്തൊരുമയിൽ ഹെവൻ ഓൺ എർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു ഏതേൻ തോട്ടത്തിലുള്ള അല്ലെ. നമുക്ക് വചനത്തിൽ വായിക്കുമ്പോൾ അറിയാൻ പറ്റും, ഈവനിങ് ടൈമിൽ ദൈവത്തിന്റെ കാലച്ച അല്ലെ, ദൈവം ഇറങ്ങി നടക്കുന്നതായിട്ട് നമുക്ക് ആ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പം അതൊരു ഹെവൻ ഓൺ എർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ദൈവം അവർ പാപം ചെയ്യുന്ന മുഖാന്തരം, മാതാവേയും പാപം ചെയ്യുന്ന മുഖാന്തരം അത് മനുഷ്യരാശിക്ക് മുഴുവൻ ദൈവത്തിൽ നിന്ന് വലിയൊരു സെപ്പറേഷൻ ഉണ്ടായി. ആ ഒരു പാപത്തിന്റെ സെപ്പറേഷൻ കാരണം ദൈവവും മനുഷ്യനും തമ്മിൽ ഒരുപാട് അകന്നു. എന്നാൽ അന്നു മുതൽ പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളുടെ കൂടെ ഇറങ്ങണം, നിങ്ങളുടെ കൂടെ വസിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം പുത്രനായ യേശുവിനെ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജഡരൂപത്തിൽ വിട്ടതും, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തതും, നമ്മളെ ആ ഒരു പൊസിഷനിലേക്ക് റീപൊസിഷൻ ചെയ്തത്. എങ്ങനെയായിരുന്നോ ആ ഒരു പൊസിഷനിലേക്ക് നമ്മളെ റീപൊസിഷൻ ചെയ്തു. അവിടെ നമുക്ക് എന്താ പറയുക, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അല്ലെ, സകലത്തിന്മേലും വാഴുവാൻ അധികം തന്നിരിക്കുന്നത് അല്ലെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോഴും പറഞ്ഞു, നമ്മൾ സ്വാതന്ത്ര്യത്തിലായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, സകലത്തിന്മേലും വാഴുവാനാണ് നമുക്ക് തന്നിരിക്കുന്നത്, ദൈവം നമുക്ക് അവകാശം തന്നിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ക്രിസ്തുവിലൂടെ എന്താ പറയുന്ന കൂട്ടവകാശികളാന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരേണ്ട ദൈവിക വെളിപ്പാടുകളെയാണ് നമ്മളിപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ വചന സത്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ, ഈ വചന സത്യങ്ങളെ നിങ്ങൾ ഏറ്റു പറയുമ്പോൾ ഒരിക്കലും എന്താ പറയുക, നിങ്ങൾ അസാധാരണമായൊരു സൂപ്പർ നാച്ചുറൽ ലൈഫിൽ നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ ഓരോ വചനങ്ങളും നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഏറ്റു പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിനകത്ത് പരിവർത്തനം ഉണ്ടായിക്കൊണ്ട്, ഈവൻ നമ്മുടെ ബോഡി പോലും പരിവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാര്യം ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ശക്തമാണ്. വചനം പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്, അല്ലെ? യോഹന്നാൻ 6:63 നമുക്ക് വായിക്കാൻ സാധിക്കും. സോ ഈ ഒരു വെളിപ്പാടുകളെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അതൊരു കേട്ടൊരു അറിവായിട്ട് മാത്രം കളയാതെ അതിനെ സ്വീകരിച്ച് അതിനെ ഏറ്റുപറയാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അസാധാരണമായ രീതിയിൽ നിങ്ങൾക്ക് ആത്മീകമായ വളർച്ചയും നിങ്ങൾക്ക് ഭൗതികമായ വളർച്ച ഉണ്ടാവും. എനിക്കറിയാം, നിങ്ങൾ പലരും യേശുവിനാൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു വചനമർമ്മങ്ങളെ നിങ്ങൾ അത് വിശ്വസിക്കുകയും നിങ്ങൾ അതിനെ ഗ്രഹിക്കുകയും നിങ്ങൾ അതിനെ മെഡിറ്റേറ്റ് ചെയ്യുകയും വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ടുകൾ നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും. ഒരാമ്മ പറഞ്ഞാട്ടെ. ആമേൻ. അപ്പൊ യേശുവിന്റെ കൂട്ടവകാശി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പോയിന്റുകൾ വരും, അല്ലെ? നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു യേശുവിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്നിലുണ്ട്, അല്ലെ? നമ്മൾ ഒന്നാമത് പറഞ്ഞു യേശുവിന്റെ കൂടെ അതേ പൊസിഷൻ ദൈവം നമുക്ക് കരുണയെ നമുക്ക് തന്നിരിക്കും. വി ആർ സീറ്റഡ് ഇൻ ദ ഹെവൻലി പ്ലേസസ് വിത്ത് ക്രൈസ്റ്റ്, അല്ലെ? ഒന്നാമത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ രണ്ടാമത് നമ്മൾ പറഞ്ഞത് യേശുവിലുള്ള അതേ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുക. അപ്പൊ യേശുവിലുള്ള അതേ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ യേശുവിലൂടെ ചെയ്ത സകല കാര്യങ്ങളും ആ ആത്മാവിനെ നിങ്ങളൂടെ ചെയ്യാൻ ആഗ്രഹിക്കുക. ഒരാമേൻ പറഞ്ഞാട്ടെ. യേശു എന്തൊക്കെ ഈ ഭൂമിയിൽ ചെയ്തു അതെല്ലാം ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചെയ്യാൻ ആഗ്രഹിക്കുക. ഈ ഒരു പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതാണ് എന്താ പറയുന്നത്, ഏറ്റവും വലിയ ദൈവമക്കളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. കാര്യം നമ്മളെ ഈ പരിശുദ്ധാത്മാവിലാണ് നമ്മളെ മുദ്ര ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെ? പരിശുദ്ധാത്മാവിൽ വി ആർ സീൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പം അതേ ആത്മാവിൽ നമ്മൾ നടക്കുമ്പോൾ അതേ ആത്മാവിലൂടെ നമുക്ക് ലഭിച്ചതെല്ലാം നമ്മളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. കേൾക്കുന്നുണ്ടോ? ആരൊക്കെയോ മ്യൂട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ആമേൻ. അപ്പം അതേ ആത്മാവിനെ നമുക്ക് ലഭിക്കുമ്പോൾ അതേ ആത്മാവിലുള്ളതെല്ലാം ദൈവത്തിന്റെ വചനം പറയുന്ന പരിശുദ്ധാത്മാവിൽ എന്തൊക്കെയുണ്ടോ ഈ പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് നമ്മളെല്ലാം 9 കിഡ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് വചനം പറയുന്നത്. നിങ്ങൾ ഭീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചിരിക്കുന്നത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പരിശുദ്ധാത്മാവിലുള്ള ആ ഒരു നമ്മൾ ആ സെയിം സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അത് വാസ്റ്റ് ആയിട്ടൊരു ടോപ്പിക്കാ. നമുക്ക് പോലും നമ്മൾ ഇതാണോ എന്ന് ചിന്തിക്കുന്ന അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ദൈവത്തിന്റെ വചനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം യേശു ഞാൻ വീണ്ടും പറയുകയാണ്, കർത്താവ് എന്നോട് എന്റെ ഹൃദയത്തിൽ ശക്തമായി ഇടപെട്ട ഒരു വാക്കാണ്, നിങ്ങളെപ്പറ്റി ദൈവം എന്താണോ വചനത്തിൽ പറയുന്നത് ആ വചനത്തിൽ പറയുന്നതാണ് നിങ്ങൾ. കാര്യം നമുക്ക് ചുറ്റുമുള്ളവർ പറയും പല കാര്യത്തിലും നമ്മളെ എന്താ പറയുന്നത്, നമ്മളെ സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കുറച്ച് കാണാൻ ശ്രമിക്കും. ഓക്കെ, നീ ഇന്ന വീട്ടിൽ നിന്നുള്ളതല്ലേ, അല്ലെങ്കിൽ നിന്റെ സ്റ്റാറ്റസ് ഇത്രയുള്ളല്ലോ, നിനക്ക് കളർ ഇത്രയുള്ളല്ലോ, നിനക്ക് പൊക്കം ഇത്രയുള്ളൂ, നിനക്ക് കഴിവ് ഇത്രയുള്ളല്ലോ എന്ന് ലോകത്തിലെ ആളുകളെ നമ്മളെ നോക്കി വിധിക്കുമ്പോൾ അവരുടെ ചിന്തകൾ നമ്മളോട്ട് ഇടുമ്പോൾ കർത്താവ് പറയുന്ന മകനെ നീ എന്നെ മാത്രം വിശ്വസിക്കും, ഞാൻ എന്താണോ നിന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് നിങ്ങൾ. ആ ഒരു സത്യം നിങ്ങൾ എപ്പോഴും പറയുക. വാട്ട് എവർ ദ ബൈബിൾ സേസ്, വാട്ട് എവർ ദ വേർഡ് ഓഫ് ഗോഡ് സേസ് അബൌട്ട് മീ, ദാറ്റ്സ് മീ. നോട്ട് അതർ ഒപ്പീനിയൻ അവിടെ മാറ്റർ അല്ല, മറ്റുള്ളവർ എന്ത് പറയുന്ന അവരുടെ മാറ്റർ അല്ല. നിങ്ങൾ എന്നത് വിശ്വസിക്കുന്നു, ഈ വചനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ. ഈ വചനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവളാന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടവളാ. ഈ വചനം പറയുന്ന ഞാൻ ഉയർച്ച പ്രാപിക്കും പറഞ്ഞാൽ ഉയർച്ച പ്രാപിക്കും. സാഹചര്യങ്ങൾ എതിരായിരിക്കാം, വ്യക്തികൾ എതിരായിരിക്കാം, നമ്മളെ മൈൻഡ് തന്നെ നമ്മളിലൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കാം. പക്ഷെ അതിന്റെ നടുവിലും ഞാൻ ഇതൊക്കെ എന്റെ മുന്നിൽ നടക്കുന്നു, വിശ്വസിക്കാൻ തക്കതായ ഒന്നുമില്ല, പക്ഷെ അങ്ങ് പറയുന്ന പോലെ എന്താണോ ഈ വചനം പറയുന്നത് അത് മാത്രമാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള, അങ്ങനെ വിശ്വസിക്കാൻ ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരാൾ പോലും അവർ നോർമൽ ലൈഫ് ജീവിച്ച് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നോർമൽ ലൈഫ് നയിക്കണോ അതോ വചനം പറയുന്ന പോലെ സൂപ്പർ നാച്ചുറൽ ആയിട്ടൊരു ലൈഫ് നിങ്ങൾക്ക് നയിക്കണോ? ഒന്ന് പറഞ്ഞേ.
സൂപ്പർ നാച്ചുറൽ ലൈഫ്. നാച്ചുറൽ ലൈഫ് നയിക്കണം. സൂപ്പർ നാച്ചുറൽ ലൈഫ്. അതെ, നമ്മൾ യേശുവിലായപ്പോൾ തന്നെ നമ്മൾ സൂപ്പർ നാച്ചുറൽ ലൈഫാ. കാര്യം ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ നമ്മുടെ ഉള്ളിൽ വരാൻ മനസ്സ് കാണിച്ചെങ്കിൽ നമ്മളെ ഈ ലോകത്തിലെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനം എത്രത്തോളം വലുതാണ് പ്രിയരെ. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വില അറിയത്തില്ല. അത് നിങ്ങൾക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ വില അറിയണം. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ആരാണ്, വചനത്തിൽ എന്ത് ദൈവം നിങ്ങളെ നോക്കി വിളിക്കുന്നുവോ, എന്തൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നുവോ അത് മാത്രമാണ് നിങ്ങൾ. അതിനെ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ വിശ്വസിക്കാതെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ നോക്കി കഴിവില്ലാത്തവള് അല്ലെങ്കിൽ കുറവുള്ളവള് എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ മാറി എന്നും അന്യഭാഷ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ദൈവം എന്നെ വിളിച്ചത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടാണ് എൻ്റെ കർത്താവ് പറയുന്നത്. കർത്താവിന്റെ അതേ സാദൃശ്യത്തിൽ എന്നെ ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് അതേ സ്വർഗീയ സ്ഥലങ്ങളിലെ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ഐ എം സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ജീസസ് ഇൻ ദ ഹെവൻലി റെലം, ഇൻ ദ ഹെവൻലി പ്ലേസസ്. I am blessed. I have the same Holy Spirit that was in Jesus Christ. വചനം പറയുന്ന പോലെ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച അതേ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അതിനർത്ഥം യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് അതേ ശക്തി, അതേ പുനരുദ്ധാനത്തിന്റെ ശക്തി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. രോഗങ്ങള് വേദനകൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ആ രോഗത്തെ, ആ ഒരു ബുദ്ധിമുട്ട് ഈ വചനമെടുത്ത വാളുകൊണ്ട് വെട്ടിമാറ്റണം. യേശുവിന്റെ വചനം പറയുന്നു പുനരുദ്ധാനത്തിന്റെ ശക്തി, യേശുവിനെ മരിച്ചവനെ ഉയർപ്പിച്ച ആ ആത്മാവിന്റെ ശക്തി എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ, ആ ജീവൻ അവിടെ വ്യാപരിക്കുമ്പോൾ മരിപ്പിക്കാൻ നോക്കുന്ന ഒരു രോഗവും ഒരു പാപവും എൻ്റെ ശരീരത്തിൽ വാഴത്തില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. ഓ താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. പരിശുദ്ധാത്മാവേ, ഈ വചനങ്ങളെ ശക്തമായി, ഈ വചന വെളിപ്പാടിൽ ഓരോ ദിവസം ഇവര് മുന്നേറട്ടെ അപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരാമേൻ പറ. ശക്തി വിശ്വസിക്കുന്ന ശക്തിയോടെ ഒരാമേൻ പറഞ്ഞാട്ടെ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെടാ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ മുങ്ങി നമ്മൾ ആയിരിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി വേറൊരു കമ്മ്യൂണിറ്റിയിലോട്ട് പോകുന്ന നിസ്സാരമായ ഒരു പ്രോസസ് അല്ല. നിങ്ങൾ യേശുവിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അവകാശമായിട്ട് മാറുക, ദൈവത്തിന്റെ മകളും മകനുമായി മാറുക. യേശുവിലുള്ളത് മുഴുവനും ഓർത്ത് നോക്കിയേ. നിങ്ങൾക്ക് സ്വന്തമായ, നമുക്കത് ചിന്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു മകനോ ഒരു മകളോ ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളും ഉണ്ടെന്നിരിക്കട്ടെ. വഴിക്കൂടെ പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതേ പൊസിഷനിൽ ഇരുത്തി അതേ അവകാശങ്ങളെ കൊടുത്ത് അതേ ബ്ലെസ്സിങ്ങൾ ഷെയർ ചെയ്യാൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ തയ്യാറാവുമോ? ജെന്യൂനായിട്ട് പറ, നമ്മൾ തയ്യാറാവുമോ? തയ്യാറാകത്തില്ല അല്ലെ? കാര്യം നമ്മൾ പറയും എന്റെ കൊച്ചിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്ന എന്റെ മകനോ അല്ലെങ്കിൽ എന്റെ മകൾക്കും വേണ്ടി അത് വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാര്യം അവരെനിക്ക് അന്യനും അല്ലെ, അല്ലെങ്കിൽ അന്യനും പരദേശിയും. പക്ഷെ അന്യനും പരദേശിയും ഏറ്റവും കൂടുതൽ ദൈവത്തെ ദ്രോഹിച്ചിരുന്ന ജനങ്ങളായിരുന്നു നമ്മളല്ലേ. ആ ജനങ്ങളെ നമ്മളോടുള്ള സ്നേഹം, അതുകൊണ്ടാണ് വചനം പറയുന്ന ലോകത്തെ അവൻ അത്രത്തോളം തന്റെ ഏജായ പുത്രനെ വിശ്വസിക്കുന്ന നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രത്തോളം സ്നേഹിച്ചു. ഇവിടെ ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ആട്ടോ, ആ പീപ്പിൾ, ഈ ലോകത്തിലെ എതിർത്ത് പോയ ജനങ്ങളെയാണ് ഈ ലോകം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പാപം ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ദൈവത്തിന്റെ ഹൃദയം എപ്പോഴും നമ്മളോട് അടുത്ത് വരണമെന്നായിരുന്നു ആഗ്രഹം. അവിടെ തടയിട്ടുകൊണ്ട് നിന്ന ഒരൊറ്റ ഒരു കാര്യമാണ് പാപം. അത് അന്നും അതെ ഇന്നും അതെ, അത് അന്നും അതെ ഇന്നും അതെ. പാപമാണ് നമ്മളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സ്വന്തം പാപം അറിയാത്തവനെ പാപമാക്കി എന്ന് പറഞ്ഞല്ലേ. പാപം അറിയാത്തവനെ പാപമാക്കി നമ്മളെ വീണ്ടും ദൈവത്തിന്റെ നീതിയാക്കി തീർന്നാ പറഞ്ഞേക്കുന്നേ. ഓ ലോർഡ് ജീസസ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിലെ രക്ഷിക്കപ്പെട്ട ജനം എന്ന് പറഞ്ഞ ഒരു വിശ്വാസിയായിട്ട് രക്ഷിക്കപ്പെട്ടവരെന്ന ലേബിൾ ഒതുങ്ങത്തില്ല. നിങ്ങൾ ആ ഒരു രക്ഷയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം നിങ്ങളിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത്. അതില്ല നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. സ്വർഗത്തിൽ സ്വർഗീയ സ്ഥലങ്ങളിൽ ഞാൻ ഇരിക്കുവാന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ വേറെ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുകൂലമാകാൻ നോക്കും. നിങ്ങൾക്ക് മുൻ
മുന്നിലുള്ള മലകള്, നിങ്ങൾക്ക് മുന്നിലുള്ള ചലൻസസ് അത് വിട്ടുമാറാൻ തുടങ്ങും. കാര്യം എന്തുവാണെന്നറിയുമോ? നിങ്ങളുടെ വായിൽ നിങ്ങൾ പറയും, ഞാൻ സ്വർഗീയ സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ കൂടെ ഇരിക്കുന്നു, അതേ യേശുവിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വാഴുന്നു, ആ ആത്മാവ് ഞാൻ ജീവനിൽ വാഴുമെന്ന് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ആ ഒരു വചനത്തിൽ നിന്ന് വരുന്ന ഒരു ശക്തിയുണ്ട് അല്ലേ? എന്റെ വചനം ആത്മാവും ജീവനുമാണ്. ആ ഒരു വചനത്തിൽ നിന്ന് ഒരു അസാധാരണമായ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തി, ആ വചനത്തിലുള്ള ശക്തി നിങ്ങളുടെ മുന്നിലുള്ള വിഷയങ്ങളെ എടുത്തു മാറ്റും, നിങ്ങളുടെ രോഗങ്ങളെ കീറിമുറിക്കും, നിങ്ങളുടെ മലകളെ, നിങ്ങൾ മലകളാണെന്ന് വിചാരിക്കുന്ന സകലത്തെയും നിങ്ങൾ പോലും ഒന്നും ചെയ്യണ്ട, ആ വചനത്തിന്റെ ശക്തിയിൽ അത് ഇടിഞ്ഞു മാറിയിരിക്കും പ്രിയമുള്ളവരെ, യേശുവിന്റെ നാമത്തിൽ. ഓ താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, നമ്മൾ ഒന്നാമതായി ദൈവം നമ്മളെ അതേ പൊസിഷനിലാക്കി തീർത്തല്ലേ? ദൈവം നമ്മളെ അതേ പൊസിഷനിലാക്കി, ക്രിസ്തുവിനോട് സെയിം പൊസിഷനിലാക്കി. എഫേസ്യർ 2:6 പറയുന്ന പോലെ രണ്ടാമതായി അതേ ആത്മാവിന്, എനിക്കറിയാം ഒരുപാട് റെഫറൻസ് ഉള്ള വചനങ്ങളുണ്ട്, അതെല്ലാം എടുത്തു പറഞ്ഞ് തീർക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒരു ദിവസം പോലും തികയത്തില്ല. അപ്പൊ ഞാൻ അനേക വചനങ്ങളിൽ നിന്ന് ഒരു വചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ അതേ ആത്മാവ് അല്ലേ? അതേ ആത്മാവിനെ നമുക്ക് നൽകി, ഇനി അതേ ജീവനെ നമുക്ക് നൽകി എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിലുള്ള അതേ ജീവനാണ് എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. യേശുവിലുള്ള ജീവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുവിലുള്ള ജീവൻ നിങ്ങൾ അത് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മളെ നിത്യജീവനിലേക്ക് നമ്മൾ കടന്നല്ലേ? നമ്മൾ നിത്യജീവനിലോട്ട് കടന്നു. നിത്യജീവൻ എന്ന് പറയുന്നത് എന്താണ്? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? യേശുവിനെ വിശ്വസിച്ച് നമ്മൾക്ക് നിത്യത ലഭിച്ചു. എന്താ നിത്യത എന്ന് പറഞ്ഞത്? രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ കേട്ടെ, ഞാൻ ചെയ്തേ. ഞങ്ങൾ ശ്രദ്ധിക്കണമേ, മ്യൂട്ട് മാറ്റിയിട്ട് പെട്ടെന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട് മ്യൂട്ട് ഇതാക്കണേ. അപ്പൊ 2-3 കാര്യങ്ങൾ കേട്ടു. സ്വർഗത്തിൽ പോകുന്നതാണ് നിത്യത. പിന്നെ ആരോ പറഞ്ഞു അത് നിത്യമായത് അല്ലേ? അവസാനം ടൈം ഇല്ലാത്തതാണ്. ഇതെല്ലാം ഏറെക്കുറെ ശരിയാണ്. ഏറെക്കുറെ ശരി എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റും കൂടെ വരുന്നതാണ്. എങ്കിൽ പോലും നമ്മുടെ നിത്യത എന്ന് പറയുന്നത് അവിടെ എന്താ പറയുക, എറ്റേണൽ ലൈഫ് അല്ലേ? എറ്റേണൽ ലൈഫിനെ അവിടെ പറയുന്നത് എന്താ പറയാ, നമ്മൾ ഗ്രീക്ക് ബൈബിളൊക്കെ വായിക്കുവാണെങ്കിൽ അതിനകത്ത് ലൈഫ് എന്ന് പറയുന്നത് സോയി എന്നൊരു വാക്കാ പറയുന്നത്. സോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ദൈവത്തിന്റെ ജീവൻ, ദ സെയിം ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അതായത് ദൈവത്തിലുള്ള അതേ ക്വാളിറ്റി, ദൈവത്തിലുള്ള ജീവൻ, നിത്യമായ ടൈംലെസ് ആയിട്ടുള്ള ദൈവത്തിലെ ജീവൻ നമ്മളുള്ളിൽ വ്യാപരിക്കുക. ഞാൻ അതിൻ്റെ കൂടെ ഒറ്റൊരു വചനം കൂടെ ഒന്ന് പെട്ടെന്ന് എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 ജോൺ ലേഖനം, 1 ജോൺ എപ്പിസ്റ്റൽസ് ഓഫ് 1 ജോൺ, 1 യോഹന്നാൻ അതിന്റെ 5:11 ഒന്ന് വായിക്കാവോ ജസ്റ്റേ? ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ വചനം പറഞ്ഞ എല്ലാവർക്കും കിട്ടിയോ? എല്ലാവരും ഒന്ന് നോട്ട് ചെയ്താണേ അല്ലേ? ദിസ് ഈസ് ദ ടെസ്റ്റിമണി, ഗോഡ് ഹാസ് ഗീവൻ us eternal life and this life is in his son. അപ്പം യേശുവിലുള്ളത് എന്തായിരുന്നു? യേശുവിലുള്ളത് വചനം വ്യക്തമായിട്ട് പറഞ്ഞ ദിസ് ലൈഫ് ഈസ് ഇൻ ഹിസ് സൺ അല്ലേ? ഒന്നിട്ട് പറഞ്ഞ വായിച്ച ജസ്റ്റേ, ആ ജീവൻ യേശുവിലുണ്ടായിരുന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. ആമേൻ. അപ്പൊ യേശു കർത്താവ് മിയർലി നമ്മൾ മരിച്ച് സ്വർഗത്തിൽ പോകുന്നതല്ല നിത്യത. അത് നിത്യയുടെ ഭാഗമാണ്. അത് നമ്മൾ എന്താ പറയുന്നത്, ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിട്ട് എന്താ പറയുന്നത്, നമ്മൾ ദൈവത്തിന്റെ കൂടെ വാഴാൻ പോകുന്നതും ആ ഒരു എന്താ പറയുക നിത്യമായ ലൈഫ്, ആ ഒരു സ്വർഗത്തിൽ പോകുന്ന പ്രോസസ്സിനെ മാത്രമല്ല നിത്യത എന്ന് പറയുന്നത്, മറിച്ച് ദൈവത്തിന്റെ ക്വാളിറ്റി എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ എറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞ സോയി എന്നുള്ള ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ പറഞ്ഞ ദൈവത്തിന്റെ ജീവൻ എന്നാണ്. ആ ദൈവത്തിന്റെ ജീവനെ ടൈംലെസ് ഇല്ലാതെ നമ്മൾ ക്യാരി ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു പോയാലും അതേ ജീവനിൽ നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ ജീവനെ നമ്മൾ ക്യാരി ചെയ്യുക.
ദൈവത്തിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അത് തീർന്നു പോകുന്ന ജീവനാണോ? ദൈവത്തിന്റെ ജീവൻ ദൈവത്തിന്റെ ജീവൻ നമ്മൾ ക്യാരി ദൈവത്തിന്റെ ജീവൻ ഞാൻ ക്യാരി ചെയ്യുന്നു. ദൈവത്തിന്റെ ജീവനുള്ള പ്രത്യേകത ഉണ്ട്. അല്ലെ, ദൈവത്തിന്റെ ജീവനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ആ ജീവൻ ദൈവത്തിനകത്ത് രോഗം വാഴുവോ? പാപം വാഴുവോ? ശാപം വാഴുവോ? അപ്പം രോഗത്തിന്, പാപത്തിന്, ശാപത്തിന് ഈ ലോകത്തിൻ്റെതായ യാതൊന്ന വിധത്തിനും തൊടാനോ അതിനെ ജീർണിപ്പിക്കാനോ കഴിയാതെ വണ്ണം ദൈവത്തിൽ അതേ ഉള്ള ജീവൻ, ദ സെയിം ക്വാളിറ്റി ഓഫ് ലൈഫ്, അതാ സോയി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ജീവനാണ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. അതിന്റെ അർത്ഥം, അതിന്റെ വ്യാപ്തി, അതിന്റെ ഡീപ്പ് റെവലേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ നോക്കുമ്പോൾ എനിക്ക് കാലുവേദനയുണ്ട്, ചെവി വേദനയുണ്ട്, എനിക്ക് മുട്ടുവേദനയുണ്ട്, പ്രായത്തിലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം പറഞ്ഞ് നിങ്ങൾക്ക് എറ്റേണൽ ലൈഫ് കിട്ടും. നമ്മൾ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് മരിച്ചു കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് മാത്രമല്ല, അതിനകത്ത് ഭാഗമാണ് നമ്മൾ എന്നേക്കും ജീവിക്കുക, അല്ലെ? എറ്റേണൽ എന്ന് പറഞ്ഞാൽ ടൈംലെസ് ആയിട്ട് നമ്മൾ യേശുവിന്റെ കൂടെ ജീവിക്കുന്ന അവസ്ഥ. അതിനിടയ്ക്ക് ആരോ പറഞ്ഞായിരുന്നു അല്ലെ, ഒരുമിച്ച് വാഴുന്ന അവസ്ഥ. അതായത് യേശുവിന്റെ കൂടെ, പിതാവാം ദൈവത്തിന്റെ കൂടെ, പുത്രനാം ദൈവത്തിന്റെ കൂടെ നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ തന്നെ അവരുടെ കൂടെ ഈക്വലി ദൈവത്തിന്റെ ലൈഫിനെ ക്യാരി ചെയ്യുന്ന, അല്ലെങ്കിൽ അവരോടൊപ്പം വസിക്കുന്ന ഒരവസ്ഥയാണ് എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ എറ്റേണൽ ലൈഫ്, നമ്മളെല്ലാവരും യേശുവിന്റെ കൂടെ വാഴാൻ, എവിടെ പോയി വാഴാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ അവിടെ യേശുവുണ്ട്, പിതാവാം ദൈവമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അവരുടെ കൂടെ വസിക്കുന്നു. എന്നാൽ സെയിം ഹെവൻ ഓൺ എർത്ത് എക്സ്പീരിയൻസ് ആണ് എറ്റേണൽ ലൈഫ് ഉള്ളവർക്ക്. അത് പലർക്കും അത് അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നാമത് ഇതിനെപ്പറ്റി ഒരു അറിവില്ല, അതിനെപ്പറ്റി ഒരു വെളിപ്പാടില്ല. രണ്ടാമത് അതിനെപ്പറ്റി പിശാച് അതിനെ നമുക്ക് വേണ്ടി പല നുണകളാൽ തന്നെ മാറ്റി വെച്ചേക്കാം. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ചില പാപങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ചിലർ രോഗങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു സിസ്റ്റർ വന്ന് പറയുകയാണ്, നിങ്ങളുള്ളിൽ ദൈവത്തിന്റെ ജീവനുണ്ട്, ആ ജീവൻ വസിക്കുമ്പോൾ അവിടെ രോഗത്തിനോ പാപത്തിനോ ശാപത്തിനോ ഒന്നും വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാകുമ്പോൾ എന്തുകൊണ്ട് എന്റെ ലൈഫിൽ ഇത് പൂർണ്ണമായിട്ടും വെളിപ്പെട്ട് വരാത്തത്? വളരെ സിമ്പിളാണ്. ഈ ഒരു ലൈഫിൽ വാഴാൻ പോകുന്ന സിമ്പിളാണ്. നിങ്ങൾ ഈ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്ത് വചനത്തെ വിളിച്ചു പറയുമ്പോൾ ഞാൻ എൻ്റെ യേശുവിന്റെ അതേ ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, അതേ നിത്യമായ ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, അതേ യേശുവിന്റെ ജീവൻ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ ആ ജീവൻ ഒരു രോഗമോ ഒരു ശാപമോ ഒരു പാപമോ എന്നെ തട്ടാതെ വണ്ണം ആ ജീവനെ ഞാൻ വാഴുമെന്ന് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനകത്തുനിന്ന് ജീവൻ വ്യാപരിച്ച്, അതിനകത്തുനിന്ന് ശക്തി പ്രാപിച്ച് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ട്രാൻസ്ഫിഗർ ആകുക. നിങ്ങൾ പോലും അറിയാതെ ആ ഒരു ലൈഫിന്റെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഒരു ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ദൈവത്തിലുള്ള ജീവനെ നിങ്ങൾക്ക് അതേ ക്വാളിറ്റിയിൽ ജീവിക്കണമെങ്കിൽ അത് നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങൾ അത് ഏറ്റുപറയുകയും ചെയ്യുന്ന പോലെ, ആദ്യം പറഞ്ഞ പോലെ തന്നെ കിങ്ഡം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നതിനെ വിശ്വസിക്കുന്നത് അല്ല കിങ്ഡം പ്രിൻസിപ്പിൾ, കാണാത്തതിനെ വിശ്വസിക്കുന്ന കിങ്ഡം പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് ദൈവത്തിന്റെ ജീവനെ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പോയോ എല്ലാരും? ഓക്കെ, എന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് ദൈവത്തിന്റെ ജീവനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ യേശുവിന്റെ കൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ സ്വർഗീയ സ്ഥലങ്ങളിൽ നിങ്ങൾ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ പല കാര്യങ്ങളും, സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. കണ്ണുകൊണ്ട് കാണാത്തതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കാറുമില്ല, നമ്മളത് വിശ്വസിക്കാൻ പോകാറുമില്ല. ഇത് തന്നെയാണ് പിശാചിന്റെ തന്ത്രവും. വചനം പറയുന്നു, അവർക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ട്, അല്ലെ, പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് അവർ തെറ്റിപ്പോകുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന 200 പേരും തെറ്റിപ്പോകത്തില്ല. എന്നെ കേൾക്കുന്ന 200 പേരും ഇന്ന് ജീവനെ കുറിച്ചും ദൈവത്തിന്റെ അതേ കൂട്ടവകാശം എന്നുള്ള വചനത്തെ ദൈവം നിങ്ങളിൽ പകരുന്നുണ്ടെങ്കിൽ അതേ അവകാശത്തിൽ, അതേ നിറവിൽ, അതേപോലെ യേശു ഈ ഭൂമിയിൽ നടന്നതുപോലെ സകലത്തിൽ മേലെ ജയാളിയായി നിങ്ങൾ ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ നടക്കും. നമ്മൾ നടക്കും. അതിനു വേണ്ടി തന്നെയാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്.
ഓ റബശെഥെരിയ നെഖെ ബറൂസിയാന ടെരിയാന. കർത്താവായ യേശു ക്രിസ്തു ക്രൂശി മരിച്ചത്, പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശി മരിച്ചത്, ദൈവത്തിന്റെ വചനം പറയുന്ന അവനെ ആൾക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാതെ വണ്ണം ഒരു മാംസത്തിന്റെ തുല്യമായി തീർന്ന പറഞ്ഞേ. അത്രത്തോളം വേദന സഹിച്ച് കർത്താവ് ആ ക്രൂശിൽ കയറിയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ഈ സകല സവിശേഷത, ഈ സകലമായ ആത്മീയ അനുഗ്രഹത്തെ തന്ന് അതിൽ നമ്മൾ വാഴുവാനാണ് ദൈവം നമ്മൾ വീണ്ടും വിളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആദം ഹവ്വയുടെ ജീവിതം, ആ ഏദേൻ തോട്ടത്തിന്റെ ജീവിതമാണ് നമ്മൾ യേശുവിലേക്ക് വരുമ്പോൾ നമുക്ക് കർത്താവ് റിസ്റ്റോർ ചെയ്ത് തന്നിരിക്കുന്നത്. അവർക്ക് അവിടെ രോഗമില്ല, പാവമില്ല, ശാപമില്ല. നിങ്ങൾ ഓർത്തു നോക്കിയേ, അവിടെ പാവമില്ല, രോഗമില്ല, ശാപമില്ല. അവർക്ക് സകലത്തിന്റെ മേൽ വാഴാനുള്ള ദൈവം അധികാരം കൊടുത്തു, സകലത്തിന്റെ മേലുള്ള അധികാരം ദൈവം കൊടുത്തു. അത് മാത്രമല്ല, അതിന് ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്, അവര് ദൈവം ഇറങ്ങി നടക്കുമായിരുന്നു അവരുടെ ഇടയിലൂടെ, അല്ലേ? അവരുടെ കൂടെ ദൈവം ഇറങ്ങി നടക്കുന്നതായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. സമയങ്ങളിൽ എന്തായിരുന്നു, സന്ധ്യാസമയങ്ങളിൽ അതിന്റെ കാലച്ച കേട്ടെന്ന് പറയുന്നത്. അപ്പം ഇറ്റ് വാസ് എ ഹെവൻ ഓൺ എർത്ത് എക്സ്പീരിയൻസ് ആണ്. സെയിം എക്സ്പീരിയൻസ് ആണ് രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികളുടെ അവകാശം. ഓരോ വിശ്വാസികളും സെയിം ഹെവൻ ഓൺ എർത്ത് എക്സ്പീരിയൻസിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന. എന്താണ് ഹെവൻ ഓൺ എർത്ത് എക്സ്പീരിയൻസ്? ആ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന അവസ്ഥ. അതല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾ യേശുവിന്റെ ജീവനെ ക്യാരി ചെയ്യുമ്പോൾ നിങ്ങൾ യേശുവിനെയല്ലേ ക്യാരി ചെയ്യുന്നത്. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. നമ്മൾ ഈ പല കാര്യങ്ങളും, നമ്മൾ ഈ ലോകത്ത്, നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളെയും ചിന്തകളെയും പിശാച് നമ്മളെ കുടിക്ക് കളഞ്ഞിരിക്കുക. പ്രിയമക്കളെ, യേശുവിന്റെ നാമത്തിൽ സകല നുണകൾ ഇന്ന് തകരട്ടെ യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് വചനം പറയുന്ന പോലെ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉന്നതത്തിലുള്ളത് തന്നെ ആരായും. ഞാൻ എപ്പോഴും ഒരു ദിവസം രാവിലെ എണീക്കും പോലെ ഞാൻ എണീറ്റ് പറയണം, ഞാൻ ഇപ്പൊ നിങ്ങളെ പറ്റി ആരും മോശം പറഞ്ഞായിക്കോട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, കഴിവില്ല, നിനക്ക് കുറവുണ്ട്, ആ കുറവില്ല, നിന്റെ മുടി ശരിയില്ല, നിന്റെ മുഖം ശരിയില്ല, നിന്റെ കളറ് ശരിയില്ല, നിനക്ക് കഴിവില്ല. നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന, നമ്മളെ കുറച്ച് കാണുന്ന കുറെ ആളുകളെ നടുവിൽ ഇവിടെ നിൽക്കുമ്പോൾ യേശു നിങ്ങളെ നോക്കി പറയാ, എന്റെ മകനെ നീ എന്റെ മകളാണ്, യേശു ക്രിസ്തുവിന്റെ കൂടെ കൂട്ടവകാശിയാണ്, ക്രിസ്തുവിനുള്ള അതേ പൊസിഷൻ ഞാൻ നിന്നെ ആക്കിയിരിക്കുക, അതേ ജീവൻ നിന്നിൽ നിന്ന് ഒഴുകുന്നു. അതുകൊണ്ടല്ലേ വചനം പറഞ്ഞേ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകൂന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ. അപ്പൊ ആ ജീവൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് പറഞ്ഞേ. യേശുവിലുള്ള അതേ ജീവൻ, ആ നിത്യജീവൻ. എന്താ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? സോയി ലൈഫ്, ഗോഡ്ലി ലൈഫ്, ദൈവത്തിലുള്ള അതേ ലൈഫ് ഞാൻ ക്യാരി ചെയ്യുക. നിങ്ങളത് വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ അത് ഏറ്റു പറയുമ്പോൾ, നിങ്ങളത് ഒഴുകാൻ തുടങ്ങും. നിങ്ങളത് ഒഴുകാൻ തുടങ്ങുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ സ്പിരിറ്റിൽ നിന്ന് സോള് നിങ്ങളുടെ ബോഡിയിലേക്ക് അത് മാനിഫെസ്റ്റ് ആവും. അങ്ങനെ ഒരു മാനിഫെസ്റ്റഡ് ആവുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരു പോയിന്റ് രോഗം പോലും നിങ്ങളുടെ ശരീരത്തിൽ ബാധിക്കത്തില്ല. കാര്യം ഈ സത്യം കൊണ്ട് നിങ്ങളെ നിറഞ്ഞിരിക്കുക. നിങ്ങളുടെ ബോഡി ഈ ഒരു റെവലേഷനിൽ നിങ്ങളുടെ ബോഡി ഫുൾ ആയിരിക്കുക. കാര്യം നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് അത് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക. വചനം പറയുന്ന പോലെ ഒരു മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത് അത് അവനായി തീരും. നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ യേശുവിന്റെ ജീവൻ ക്യാരി ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക, സിസ്റ്റർ ഞാനത് പറഞ്ഞ എനിക്ക് എന്നാ ഗുണം? ആ പറയുന്ന ജീവൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനമാ. ആ ജീവനുള്ള വചനങ്ങളെ പറയുമ്പോൾ, ആ ജീവൻ ഉള്ള വചനം ജീവനില്ലാത്ത നിങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളിലേക്ക്, നിങ്ങളുടെ രോഗത്തിന്റെ അവസ്ഥകളൊക്കെ അത് വ്യാപരിച്ച് നിങ്ങൾ പോലും അറിയാതെ ആളുകൾ പറയാൻ തുടങ്ങും, ആ ഒരു സിസ്റ്ററിന്റെ മേലെ എന്തോ ഒരു ഗ്ലോറിയ, ആ സിസ്റ്ററിന്റെ മേലെ എന്തൊരു വ്യത്യാസം. അവരോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ജീവൻ ലഭിച്ച പോലെ തോന്നുന്നു. അവരോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം ലഭിച്ചോ എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് പ്രിയമക്കൾ അങ്ങനെ സംഭവിക്കുന്നത്? ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ശക്തി കിട്ടുന്നത്, ആ ഒരു ബലം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിൽ നിന്ന് ജീവൻ ഒഴുകുന്നതുകൊണ്ടാ. നിങ്ങൾക്ക് ആഗ്രഹമില്ല ഒഴുകണമെന്ന്? ഈ ജീവനെ ഒഴുകുവാൻ വളരെ എളുപ്പമാണ്. ഈ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, ആ ഒരു നിത്യജീവൻ, നമ്മൾക്ക് മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോയി വസിക്കുന്നതല്ല. ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ യേശുവിന്റെ കൂടെ വാഴുന്ന ജീവിതമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. യേശുവിന്റെ അതേ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ നയിക്കപ്പെടും. യേശുവിന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് വാസം ചെയ്ത് ആ ജീവിതം നമ്മളെ ക്യാരി ചെയ്യുന്നത് തന്നെയാണ് എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്. അത് ടൈംലെസ് ആണ്. അത് മരണത്തിൽ തീർന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് നിത്യത എന്ന് പറയുമ്പോൾ പലപ്പോഴും മരണവുമായി ബന്ധപ്പെട്ട് സ്വർഗത്തിൽ വസിക്കുന്നെന്ന് പറയുന്നത്. സ്വർഗത്തിൽ ആരാ ഉള്ളത്? സ്വർഗത്തിലിരിക്കുന്ന ആരാ?
സ്വർഗത്തിലിരിക്കുന്ന ആര്? യേശു സ്വർഗത്തിലല്ലേ ഇരിക്കുന്നേ? ആണോ? യേശു എവിടെ? യേശു സ്വർഗത്തിലിരിക്കുന്നേ? യേശു സ്വർഗത്തിലുണ്ടല്ലേ? ആ, അപ്പൊ യേശു സ്വർഗത്തിലുണ്ട്. യേശു ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടോ? യേശു നമ്മുടെ കൂടെ ഉണ്ടോ? അപ്പൊ യേശു സ്വർഗത്തിലും ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാം, സ്വർഗത്തെ സ്വർഗമാക്കുന്ന എന്താ? അല്ലേ? യേശു ഇല്ലാതെ സ്വർഗം, ഇപ്പൊ സ്വർഗത്തിൽ എന്താ പറയുന്ന, പല എന്താ പറയുന്ന ഭയങ്കര മാൻഷൻസ് ഉണ്ട്, ഭയങ്കര സ്വർണത്തിന്റെ വീതികളുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം ഉണ്ടായിട്ട് അവിടെ കർത്താവില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലേ? അപ്പൊ സ്വർഗത്തിൽ പോവാന്ന് പറയുന്നത് എന്താ പറയുന്നത്? കർത്താവിന്റെ കൂടെ വസിക്കുക എന്നുള്ള ഒരു അനുഭവത്തിലേക്കല്ലേ? അല്ലേ? യേശു സ്വർഗത്തിൽ പോവാന്ന് പറഞ്ഞാ സ്വർഗത്തിൽ യേശു ഉണ്ട്, സ്വർഗത്തിന്റെ കൂടെ വാഴുക അല്ലേ? അതേ സെയിം അനുഭവം അല്ലേ നമ്മള് വചനം പറയുന്ന മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇരിക്കുന്നെന്ന് പറയുമ്പോൾ അതേ സെയിം എക്സ്പീരിയൻസ് അല്ലേ ഈ ഭൂമിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അതിനെയല്ലേ ഹെവൻ ഓൺ എർത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞേ. ഹെവൻ ഈസ് ജീസസ്, വിത്തൗട്ട് ഹെവൻ ഈസ് നോട്ട് ഹെവൻ അല്ലേ? യേശു ഇല്ലാത്ത ഹെവൻ എന്ത് ഹെവനാ അത്? ഹെവനെ ഹെവൻ ആക്കുന്നത് യേശുവാണ്. ആ യേശുവിന്റെ നിങ്ങളുടെ ഉള്ളിലാ വസിക്കുന്നത്. ഒരാമേ പറഞ്ഞാട്ട് സഹോദരങ്ങളെ, യേശുവില്ലാത്ത സ്വർഗമില്ലല്ലേ? യേശുവില്ലാത്ത സ്വർഗമില്ല. സ്വർഗത്തെ സ്വർഗമാക്കി മാറ്റുന്നതാണ് യേശുവിന്റെ സാന്നിധ്യം. ഞാൻ മരിച്ചു കഴിഞ്ഞ് യേശുവിന്റെ കൂടെ വാഴും. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ യേശുവിന്റെ കൂടെ വാഴുന്ന ജീവിതമല്ലേ നിത്യജീവൻ എന്ന് പറയുന്നത്? യേശുവിന്റെ കൂടെ ഈ ഭൂമിയിൽ മരിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ വചനം പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ നമ്മൾ വായിച്ചതുപോലെ അല്ലേ, യേശുവിലുള്ള അതേ യേശുവിന്റെ ജീവൻ യേശുവിൽ ഒന്ന് വായിച്ച സിസ്റ്ററെ, 1 John 5:11, ദിസ് ഇസ് എ ടെസ്റ്റിമണി ആൻഡ് ഗോഡ് ഹാസ് ഗിവൻ us the eternal life and this life is in his son. അജയ് സിസ്റ്റർ അതിന്റെ മലയാളം ഒന്ന് പെട്ടെന്ന് വായിക്കാവോ? ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. ആമേൻ. പുത്രനുള്ള അതേ ജീവൻ ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുക. ഒന്നൂടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ യേശുവിന്റെ അതേ ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുക. കുറച്ചുകൂടെ ആഴത്തിൽ പറയുകയാണെങ്കിൽ യേശുവിന്റെ കൂടെ നമ്മൾ വസിക്കുക. അതല്ലേ നിത്യത എന്ന് പറയുന്നത്. ആ യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോ പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെ പേടിക്കാനാ? ശത്രു നിങ്ങളുടെ മുമ്പിൽ പാളയം ഇറങ്ങിയാലും ശത്രു നിങ്ങളെ അല്ല കാണുന്നത്, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുവിനെയാ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഓ റബശരിയാറവന. ശത്രു നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ അല്ല കാണാം, നിങ്ങളെ മുട്ട് കിടന്ന് ഇടന്ന് വിറയ്ക്കുക. എന്തുകൊണ്ടറിയാം? നിങ്ങൾ നോക്കുമ്പോ അയ്യോ ഇപ്പൊ അൻസു എന്ന ഞാൻ ഇങ്ങനെ നിൽക്കുന്നു ഒരു പ്രശ്നത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ വേറെ ആരൊക്കെയാട്ടെ, വേറെ അജയ സിസ്റ്റർ, ജസ്റ്റ് ഒരു ഉദാഹരണം പറയാട്ടോ, ഞാൻ എന്ത് ചെയ്യാനാ? പ്രിയമുള്ളവരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നുള്ളൊരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ യേശുവിന്റെ നാമത്തില്. നിങ്ങൾ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. നിങ്ങൾ ഈ വചനത്തിന്റെ സത്യങ്ങളെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്കറിയാവോ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ബോഡി പോലെ നിങ്ങൾ ട്രാൻസ്ഫോം ആകും. ബ്രദർ പലപ്പോഴും പഠിപ്പിക്കാറില്ലേ, നമുക്ക് ഡിവൈൻ ഹെൽത്ത് ഉണ്ട്, ദിവ്യ ആരോഗ്യമുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്, എനിക്ക് അപ്പൊ മുട്ടുവേദന തലവേദനയൊന്നും മാറുന്നില്ല. ഈ ഒരു സത്യം നിങ്ങൾ എത്രത്തോളം ധ്യാനിക്കുന്നോ, ഈ ഒരു സത്യം നിങ്ങൾ എത്രത്തോളം വിളിച്ചു പറയുന്നോ, കുറച്ച് കഴിയുമ്പോൾ ഈ സത്യം നിങ്ങളെ ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങും. നിങ്ങളെ ബോഡിനെ ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ പറയും, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. എന്നെ കാണുന്നവർ യേശുവിനെ കാണും. എന്റെ കരങ്ങൾ യേശുവിന്റെ കരങ്ങളാ, എന്റെ കണ്ണുകൾ യേശുവിന്റെ കരങ്ങളാ. അതേ യേശു എന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ അതേ ജീവൻ എന്റെ ഉള്ളിൽ വസിക്കുന്നു. മറന്നുപോലെ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് പോകുന്ന നിത്യജീവിതം, നിത്യത എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് കിട്ടുന്നതല്ല. ഈ ഭൂമിയിലും മരിച്ച ശേഷം നമ്മൾ ഒരുപോലെ യേശുവിന്റെ കൂടെ കോഹാബിറ്റ് ചെയ്യുന്ന, ഒരേപോലെ വസിക്കുന്ന, അതേ ക്വാളിറ്റി ഓഫ് ലൈഫ് ഷെയർ ചെയ്യുന്ന ആത്മീയ അനുഭവത്തെ നിത്യത എന്ന് പറയുന്നത്. ഓ വിശ്വസിക്കുന്നവരെ ആമേൻ പറഞ്ഞാട്ടെ. ഹോ റമാന ഷെഥേരിയാന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പൊ നിങ്ങൾ ഓരോ ദിവസങ്ങളും വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ കൂട്ടവാശി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വചനം വായിച്ചു പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ പുറകെ കിടക്കുന്ന മർമ്മങ്ങളെ നമ്മൾ അറിയണം. യേശുവിലുള്ളതെല്ലാം വി ആർ
പാർട്ണറിങ് വിത്ത് ജീസസ്. വാട്ട് എവർ ഇൻ ഹിം ഇറ്റ്സ് ഇൻ യു. യേശുവിൽ എന്തൊക്കെയുണ്ടോ അത് നിങ്ങളിലുണ്ട്. നിങ്ങൾ ആ അപ്പൊ പറയും അപ്പൊ എന്ത് ചെയ്യും സിസ്റ്റർ, ഞാൻ അത് കേൾക്കാനല്ല വന്നത്, ഞാൻ കുറച്ച് വിഷയങ്ങളായിട്ടാ വന്നേ. നിങ്ങൾ ഇത് കേൾക്കുമ്പോ വിഷയം മാറിപ്പോകും. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഇരുട്ടിന്റെ അവകാശങ്ങൾ വിട്ടുപോകും. കാര്യം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്ന ജീവനാണ്, സത്യമാണ്, വെളിച്ചമാണ്. ജീവന സത്യവും വെളിച്ചവുമായ ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അത് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യേണ്ട, അത് വിട്ടുമാറിപ്പോവും. അത്രത്തോളം ശക്തിയുണ്ട് ദൈവത്തിന്റെ വചനത്തിന്. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാട്ടെ. ഹൂറാമന. ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആയിരിക്കുന്ന ഭാരം, നിങ്ങൾ ആയിരിക്കുന്ന വിഷയങ്ങൾ കർത്താവ് സ്പർശിച്ച് കഴിഞ്ഞിരിക്കുക. നിങ്ങൾ ടെസ്റ്റ് മണിയായിട്ട് വരും. നിങ്ങൾ ടെസ്റ്റ് മണിയായിട്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. നിങ്ങൾ ചുമ്മാ ഒരു വിശ്വാസി, അയ്യോ ആളെ കണ്ടില്ലേ, പ്രാർത്ഥനക്കാര് വിശ്വാസികള് ഇങ്ങനെ ഇപ്പൊ ഒന്ന് ഓർത്തു വയ്ക്കേ. എന്റെ സഹോദരങ്ങളെ, ഇപ്പൊ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയം ഇത്. അതിന് കൂടത്തുള്ള ദൈവത്തിന്റെ വചനം അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ അവരൊക്കെ കാണുന്ന രീതിയില് ഞാൻ നിങ്ങളുടെ ജീവിതത്തെ ദൈവം അലങ്കരിക്കാൻ പോകും. നിങ്ങൾ ഈ സത്യം മാത്രം വിശ്വസിച്ചാൽ മതി. നിങ്ങളുടെ വിഷയം പോലും ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാവോ, നിങ്ങൾ ഈ സത്യങ്ങളെ വിളിച്ചു പറയുമ്പോൾ പിശാച് ഉണ്ടാക്കി വെച്ച ചീട്ടുകൊട്ടാരം പോലെ ഉണ്ടാക്കി വെച്ച സകല നുണകൾ ഇടിച്ചു മാറും. ഞാൻ ഒന്നോടെ പറയാം, നിങ്ങൾ ഈ സത്യങ്ങൾ വിശ്വസിക്കുമ്പോൾ, ഈ സത്യങ്ങളെ ഏറ്റു പറയുമ്പോൾ പിശാച് നിങ്ങൾ മുമ്പ് വെച്ചിരിക്കുന്ന സകല നുണകളുടെ ചീട്ടുകൊട്ടാരങ്ങളും ഇടിഞ്ഞു വീണ നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്ന, ജീവനിൽ വാഴുന്ന ഒരു അസാധാരണമായ ഒരു ആത്മമണ്ഡലത്തിൽ നിങ്ങൾ ജീവിക്കും. ഞാൻ എപ്പോഴും പറയുന്ന വാക്കാ, ചില സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് തലവേദനയായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ പറയുന്നത്, ഇല്ല യേശുവിന്റെ നാമത്തിൽ ഐ ഹാവ് ദ ഡിവൈൻ ഹെൽത്ത്. നമ്മൾ പറഞ്ഞാൽ യേശുവിന്റെ സോയി ലൈഫ് നമ്മുടെ ഉള്ളിലുണ്ട്. യേശുവിന്റെ നിത്യജീവനുണ്ട്. ക്വാളിറ്റി, ദ സെയിം ക്വാളിറ്റി ഓഫ് ലൈഫ് ദ ലോർഡ് ഹാസ് ഈസ് ഇൻ us. ദൈവത്തിലുള്ള അതേ ജീവൻ അതേ നമ്മൾ ക്യാരി ചെയ്യുന്നേ. അത് ക്യാരി ചെയ്യുക മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് വസിക്കുക. ഈ ഭൂമിയിൽ യേശുവിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന അവസ്ഥ. ഒരു ആമേൻ പറഞ്ഞാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഇത് നിറഞ്ഞു കയറാനാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നമ്മൾ വി ആർ സീറ്റഡ് ഇൻ ദ സെയിം പൊസിഷൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ് അല്ലെ. എഫേഷ്യൻസ് 2:6 പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് കർത്താവിന്റെ അതേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അനേകം വചനങ്ങളുണ്ട്, എങ്കിൽ പോലും നമ്മൾ പറഞ്ഞ വചനം 8:11 യേശുക്രിസ്തുവിനെ മരിച്ചിരുന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ്. റോമർ 8:11 സെയിം ആത്മാവ് എന്നിലുണ്ട്. ഇത് ഞാനെല്ലാം പറയുന്നത് നിങ്ങളിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ ഈ വചന സത്യങ്ങളെ എപ്പോഴും നിങ്ങളത് വിളിച്ചു പറയണം. എല്ലാ ദിവസവും വിളിച്ചു പറയണം. എല്ലാ ദിവസവും വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ അസാധാരണമായ ഒരു ഹെവൻലി മൈൻഡ് സെറ്റിലേക്ക്, ഞാൻ ദൈവത്തിന്റെ കൂട്ടവകാശിയാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്, ദൈവത്തിലുള്ളതെല്ലാം എന്റെ അവകാശമാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് വരും. യേശുവിലുള്ള അനേകം കാര്യങ്ങളുണ്ട്. അതിനകത്ത് കുറച്ച് മെയിൻ ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ക്രിസ്തുവിലുള്ള ഇന്നിപ്പോ നമുക്ക് മിക്കവർക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ വിഷയങ്ങൾ വന്ന് നമ്മൾ ആ വിഷയങ്ങൾ ഓർത്ത് വിഷയങ്ങളെ ധ്യാനിച്ച് നമ്മളെ കാര്യം എന്ന് പറഞ്ഞ എന്താ പറയുന്നത്, ഭയങ്കര രസകരമാണ്. നമ്മൾ പറയും വചനത്തെ വിശ്വസിച്ച് വചനത്തെ ധ്യാനിച്ച് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറയും. നമ്മൾ രാവിലെ മുതൽ നമ്മൾ പ്രശ്നത്തെ ഓർത്ത് അതിനെ മെഡിറ്റേറ്റ് ചെയ്ത് അതിന്റെ ഫ്യൂച്ചറിനെ കണ്ട് നമ്മൾ ഒരു കുഞ്ഞൊരു തലവേദന രോഗത്തെ അത് ചിന്തിച്ച് ക്യാൻസർ ആക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി അതിന്റെ അങ്ങേയപ്പുറത്തെ എന്താ പറയുന്നേ നമുക്ക് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നവരെ നമ്മൾ ചിന്തകളൊന്നും കൊണ്ടുപോകും. യേശുവിന്റെ നാട്ടിൽ അങ്ങനത്തെ എല്ലാ നുണകളും എല്ലാം ഇങ്ങനെ ചിന്തിച്ച് കാട് കയറുന്ന അവസ്ഥകൾ മാറട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, വചനം എന്താണോ നിങ്ങൾ പറയാം അത് മാത്രമാണ് നിങ്ങൾ. വചനത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നോ അതെല്ലാം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ കൺമുൻപിൽ വെളിപ്പെട്ടിട്ടല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അത് വിശ്വസിക്കുമ്പോൾ, അത് ഏറ്റു പറയുമ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരും. അതുപോലെ തന്നെ ദൈവത്തിന്റെ നമുക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ട്. 1-2 കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞിരിക്കും ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ദൈവം തന്നത് യേശുവിനെ പോലെ ജയകരമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അല്ലെ, ഇന്ന് പലർക്കും എന്താ പറയുന്നത്, ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾ ആരെങ്കിലും ഭാരത്തിലിരിക്കുന്നവരാണ്, ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ വചനം പറയുന്നു യേശുവിലുള്ള അതേ സമാധാനം നിങ്ങൾക്കുണ്ട് അല്ലെ. ദൈവത്തിന്റെ കർത്താവ് വചനം യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാം, 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ വചനം എത്ര പേർക്ക് അറിയാം? എപ്പോഴും കേൾക്കുന്ന വചനം അല്ലേ.
അല്ലെ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആമേൻ. അപ്പം നിങ്ങൾ ഇന്നിപ്പോ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് അസമാധാനത്തെ കേടിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ, സമാധാനം യേശു തരുന്നതാണെങ്കിൽ അസമാധാനം കൊണ്ടുവരുന്നത് പിശാചാണ് ദൈവമക്കളെ. കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സമാധാനത്തെ തരുന്ന ദൈവമാണെങ്കിൽ അസമാധാനത്തെ ചിന്തകളെ കൊണ്ടുവരുന്ന പിശാച. അപ്പൊ നിങ്ങൾ വിളിച്ചു പറയേണ്ട ഇതാണ്, യേശുവിനുള്ള അതേ സമാധാനം എൻ്റെ ഉള്ളിലുണ്ട്. ഇന്ന് മാനസികമായ ഭാരങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ഈ വചനങ്ങളെ പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞേ. യേശുവിന്റെ അതേ സമാധാനം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. യേശുവിന്റെ അതേ സമാധാനം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആ സമാധാനത്തെ ഞാൻ വാഴും. എന്റെ വിഷയങ്ങളോ എന്നില്ല, ഞാൻ അനുഭവിക്കുന്ന കടന്നു പോകുന്ന ഓരോ അവസ്ഥകളും ക്രിസ്തുവേശു എനിക്ക് പകർന്നെന്ന സമാധാനത്തെ എടുത്ത് കളയത്തില്ല യേശുവിന്റെ നാമത്തിൽ. പറഞ്ഞാട്ടെ, യേശുവിനുള്ള സമാധാനം ഞാൻ വാഴുന്നു പറഞ്ഞാട്ടെ. ഓരോ വിഷയങ്ങളും ആ സമാധാനത്തെ എന്നിൽ നിന്ന് എടുത്തു മാറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞേ, ആ സമാധാനം എന്നിലുണ്ട്. യേശുവിന്റെ സമാധാനം എന്റെ കുഞ്ഞുങ്ങളിലുണ്ട്. യേശുവിന്റെ സമാധാനം എന്റെ ജീവനിലുണ്ട്. യേശുവിന്റെ സമാധാനം എന്റെ കുടുംബത്തിലുണ്ട്. നിങ്ങളത് വിളിച്ചു പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ സമാധാനം അവിടെ വ്യാപരിക്കും. ആ സമാധാനത്തേക്ക് വാഴുവാൻ പറ്റും. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചില സമയങ്ങളിൽ നമ്മൾ ആസ് ലോങ് ആസ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതോളം നമുക്ക് ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിട്ട് വരും. ഏതെങ്കിലും കാര്യത്തിൽ എന്റെ മൈൻഡിനെ കൺഫ്യൂസ്ഡ് ആക്കുക, അല്ലെങ്കിൽ എന്റെ മൈൻഡിൽ ഭാരമായിട്ട് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ വചനമാണ്, അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങളുടെ കാര്യം ഏതൊരു വിഷയമാക്കട്ടെ, ഞാൻ പറയും യേശുവിന്റെ സമാധാനം എന്റെ ഉള്ളിലുണ്ട്. ആ സമാധാനത്തെ എടുത്തുകൊണ്ട് പോകാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ എന്നോട് തന്നെ വിളിച്ചു പറയും, യേശുവിന്റെ ഞാനിങ്ങനെ എന്നോട് നോക്കി പറയും, അല്ലെങ്കിൽ ഞാൻ കരവെടുത്തൻ തല വെച്ച് പറയും, യേശുവിന്റെ സമാധാനത്തെ ഞാൻ വാഴും. ഒരു വിഷയങ്ങളോ എന്റെ മുന്നിലുള്ള ഒരു കാര്യങ്ങളോ ആ സമാധാനം എടുത്ത് കളയത്തില്ല. എന്റെ കുഞ്ഞുങ്ങൾ ദൈവിക സമാധാനത്തിൽ വാഴും. എന്റെ കുടുംബം ഏറ്റവും സന്തോഷമുള്ള കുടുംബമായി തീരും. എന്റെ കുടുംബം ഏറ്റവും അനുഗ്രഹമുള്ള കുടുംബമായി തീരും എന്ന് ഞാൻ വിളിച്ചു പറയും. അതുപോലെ തന്നെ ഇപ്പൊ ആരെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, യോഹന്നാന്റെ സുവിശേഷം 14:27 അതുപോലെ തന്നെ യേശുവിലുള്ള അതേ ജോയിയാണ് അതേ സന്തോഷമാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മൾ ഉള്ളിൽ വരുമ്പോൾ തന്നെ അസാധാരണമായ ഒരു സന്തോഷം ഞാൻ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ നമുക്കതിന് വേണ്ടിയിട്ട് ഒറ്റൊരു വചനം കൊണ്ട് ഞാൻ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:11 വായിക്കാമോ ജസ്റ്റേ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആമേൻ ആമേൻ. ഒന്നോടെ ഒന്ന് പതുക്കെ ഒന്ന് വായിച്ച. എല്ലാവർക്കും ആ വചനം കിട്ടിയോ? അതെ. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആമേൻ. ഇപ്പം അവിടെ എന്റെ സന്തോഷം എന്ന് പറയുന്ന ആരാ? യേശുവിന്റെ സന്തോഷം അല്ലേ? യേശു പറയുന്നത് ദൈവത്തിന്റെ വചനങ്ങൾ, യേശുവിന്റെ വചനങ്ങൾ നമ്മളോട് പറയുമ്പോൾ ആ യേശുവിന്റെ സന്തോഷം നമ്മളിൽ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വാക്കുകൾ പറയുവാണെങ്കിൽ, നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്ന ഏതൊരു വിഷയമായിക്കോട്ടെ, ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വരുമ്പോഴത്തേനും എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യും, ഇന്ന കാര്യങ്ങൾ വന്നു, എന്തൊരു ഭാരം പോലെ വന്നു. ഓക്കെ, ഭാരം കൊണ്ടുവരുന്നതും നമ്മൾ അസമാധാനത്തെ കൊണ്ടുവരുന്നതും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ഇറ്റ്സ് നോട്ട് എ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അത് ഹോളി സ്പിരിറ്റ് അല്ല. എപ്പോഴും കൺഫ്യൂഷനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയെയും സ്നേഹത്തെയും സുബോധത്തെയുമാണ് തരുന്നതെങ്കിൽ, ദുഷ്ടൻ അവൻ എപ്പോഴും കൊണ്ടുവരുന്നത് ഭയത്തെയും അസമാധാനക്കേടിനെയും ആദിയും ഭയങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ ഉടനെ ആസ് എ സോൾജർ ഓഫ് ക്രൈസ്റ്റ്, ഒരു ദൈവത്തിന്റെ പടയാളി എന്ന നിലയ്ക്ക്, നിങ്ങൾ മക്കൾ മാത്രമല്ല, ഈ കിങ്ഡം ഓഫ് ഗോഡിന്റെ ഇവിടുത്തെ പടയാളികളും കൂടെയാണ് അല്ലെ. യു ആർ ദ ആർമീസ് ഓഫ് ഗോഡ്. ആ ഒരു പട്ടാളക്കാരൻ വിജിലന്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുമ്പോൾ പെട്ടെന്ന് അതിനെ ഡിക്റ്റേറ്റ് യേശുവിനകത്ത് ക്യാൻസൽ ചെയ്യണം. വചനത്താൽ നിങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യണം. അപ്പം ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അതേ സന്തോഷം ദൈവം നമുക്ക് തന്നിരിക്കുക. അപ്പൊ ഈ ഒരു വചനം വായിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ഇത് പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? യോഹന്നാന്റെ സുവിശേഷം 15:11 പറയുന്നു, എന്റെ സന്തോഷം നിങ്ങളിലുണ്ട്, അത് പൂർണ്ണമാകാൻ ഞാൻ നിങ്ങളോട് പറയണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷത്തെ കെടുത്തുന്ന ഏത് വിഷയമായിക്കോട്ടെ, നിങ്ങൾ പറയണം യേശുവിന്റെ സന്തോഷം ആ വിഷയത്തിൽ വ്യാപരിക്കാൻ പോവുക. യേശുവിന്റെ സന്തോഷം എന്റെ കുഞ്ഞുങ്ങളിൽ വാഴും. യേശുവിന്റെ സന്തോഷം ഞാൻ പോകുന്നിടത്ത് അവിടെ വ്യാപരിക്കും.
എന്നിൽ നിന്ന് ആ ഒരു സന്തോഷം, ആ ഒരു ജോയ് മറ്റുള്ളവരേക്ക് പകരും. ഇറ്റ്സ് എ സ്പിരിറ്റ്, ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്. ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞ് എന്റെ കുടുംബത്തിൽ ഞാൻ സന്തോഷിക്കുന്നു പറ, എന്റെ കുഞ്ഞുങ്ങളിൽ ഞാൻ സന്തോഷിക്കും. സന്തോഷം ദൈവമക്കളുടെ അവകാശമാണ്. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഇന്ന് പലരും ഭയങ്കരമായി സീരിയസ്നെസ് പ്രാർത്ഥിക്കുന്നതല്ല, നമ്മൾ പ്രാർത്ഥിക്കാന്ന് കരുതി ഒന്ന് ചിരിക്കുക പോലും ചെയ്യത്തില്ല, ശ്വാസം പിടിച്ച് അങ്ങോട്ട് നോക്കട്ടില്ല ഇങ്ങോട്ട് നോക്കട്ടില്ല, അങ്ങനെയൊന്നുമല്ല. റിലാക്സ്. എല്ലാവരും ശ്വാസമൊക്കെ ഒന്ന് സമാധാനത്തിരിക്കും. യേശുവിന്റെ സമാധാനവും യേശുവിന്റെ സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ വാഴുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റഡ് ആകണമെങ്കിൽ നിങ്ങൾ എപ്പോഴും പറയണം, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ സന്തോഷത്തിൽ ഞാൻ വാഴും. എന്റെ കുഞ്ഞുങ്ങളെ സമാധാനത്തേക്ക് എടുക്കുന്ന, സന്തോഷത്തേക്ക് എടുക്കുന്ന മദ്യപാനമായിക്കോട്ടെ, അഡിക്ഷൻസ് ആയിക്കോട്ടെ, ഏത് വിഷയങ്ങളായിക്കോട്ടെ, അത് യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എന്റെ കുഞ്ഞുങ്ങൾ സന്തോഷത്തിൽ വാഴും, സമാധാനം എന്റെ കുടുംബത്തിൽ വാഴും യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ നാവിന്മേൽ അധികാരം ദൈവം തന്നിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളത് പറയുക, കാണും. യു ഹാവ് ടു ഡിക്ലെയർ ഇറ്റ് ആൻഡ് യു വിൽ സീ ഇറ്റ്. ഇപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്കിപ്പോ ആ സമാധാനത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഇല്ലായിരിക്കും, ആ സന്തോഷത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഇല്ലായിരിക്കും. അവിടെയാണ് നമ്മൾ കിങ്ഡം പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന. വിശ്വാസമെന്ന് ആശിക്കുന്നവരൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. ഓക്കെ, സമാധാനം എന്റെ ജീവിതത്തിൽ ഇല്ല, സന്തോഷം എന്റെ ജീവിതത്തിൽ ഇല്ല, പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഞാൻ വചനം, ദൈവത്തിന്റെ വചനം പറഞ്ഞു, യേശുവിന്റെ അതേ സമാധാനം എന്റെ ഉള്ളിൽ ദൈവം പകർന്നിട്ട് തന്നിട്ടുണ്ട്. യേശുവിന്റെ അതേ സന്തോഷം എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ, ആ സന്തോഷം, ആ സമാധാനം എന്റെ കുടുംബത്തിൽ വാഴും. Whatever the reason is hindering the joy and the peace, it will be removed out of it. ഏത് വിഷയമാണോ സമാധാനത്തെ സന്തോഷത്തേക്ക് എടുത്താൽ, നിങ്ങൾ ഇത് യേശുവിന്റെ സന്തോഷം, യേശുവിന്റെ സമാധാനം എന്റെ കുടുംബത്തിൽ എന്റെ കുഞ്ഞുങ്ങൾ വാഴും എന്ന് പറയുമ്പോൾ ആ സമാധാനക്കേട് ഉണ്ടാക്കുന്ന എന്താ പറയുക, സന്തോഷത്തേക്ക് എടുത്തുന്ന വിഷയങ്ങളാണ് നീങ്ങി പോകുന്നത്. ഒരാമ്മയും പറഞ്ഞാട്ടെ. നമ്മള് അതാ ഞാൻ പറഞ്ഞേ, ഇത് വിശ്വസിക്കുക. എല്ലാരും പറയും വിശ്വസിക്കുന്നത് എളുപ്പമല്ല. വിശ്വസിക്കാൻ പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. അതുകൊണ്ടാണ് പറഞ്ഞ വിശ്വാസത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഒരാമയും പറഞ്ഞാട്ടെ. അപ്പൊ നമ്മളെന്ന് പറയുന്നത് ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നുള്ളൂ, ഇത്രയേ ഉള്ളൂ. നിങ്ങളെ നിസ്സാരക്കാരല്ല. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും നിസ്സാരക്കാരല്ല. നിങ്ങൾ യേശുവിന്റെ, ദൈവത്തിന്റെ അവകാശി, യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശി എന്ന് പറയുമ്പോൾ എത്രയോ കാര്യങ്ങളില് അതേ ജീവൻ, അതേ പൊസിഷൻ, അതേ ആത്മാവ്, അതേ സന്തോഷം, അതേ ആത്മാവ് എന്നിലുണ്ടെന്ന് വിശ്വസിച്ച് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റഡ് ആയിട്ട് അസാധാരണമായ ഒരു ലൈഫ് നിങ്ങൾ നയിക്കും. ഞാനൊരു സാധാരണക്കാരിൽ, ഞാൻ ക്രിസ്തുവേശുവിൽ ഐ വിൽ ലീഡ് എ സൂപ്പർ നാച്ചുറൽ ലൈഫ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐ ഹാവ് ദ ഡിവൈൻ ഹെൽത്ത്. എനിക്ക് ദൈവത്തിന്റെ ദിവ്യ ആരോഗ്യമുണ്ട്. യേശുവിന്റെ ദിവ്യ സമാധാനം എന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് വചനം പറയുന്നേ, സകല ചിന്തകളെയും ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളിലുണ്ട്. അത് വരുമെന്നല്ല, നിങ്ങളിലുണ്ട്. നിങ്ങൾ അത് വിശ്വസിക്കുമ്പോൾ, അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ മാനിഫെസ്റ്റ് ആവും. അതിന്റെ റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. ഓ റാബാന ഷെറ്റേരിയ സിയാന കേരിയാന. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ആമേൻ. നമ്മള് കുറച്ചധികം എല്ലാം കുറച്ച് കാര്യങ്ങൾ ദൈവരാജ്യത്തിന്റെ മർമ്മം കേട്ടോ ഇത് ഈ ഒരു ലൈഫ് നയിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക, ഏതോ ഒരു കുഞ്ഞു വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ചർച്ച നിന്ന് നിങ്ങൾ പ്രാർത്ഥനക്കാരി എന്ന് പറഞ്ഞൊരു കളിയാക്കി കേട്ട് തീരത്തില്ല. അവരുടെ എല്ലാം മുമ്പില് ദൈവം നമുക്ക് വേണ്ടി നൽകുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ, പല ആത്മീയ അനുഗ്രഹങ്ങളിലെ അനുഗ്രഹത്തെ നമ്മളിപ്പോ പറഞ്ഞത്. ഈ അനുഗ്രഹങ്ങളെ നിങ്ങൾ കേൾക്കുന്തോറും നിങ്ങൾ ആ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ മാനിഫെസ്റ്റ് ആവും. നിങ്ങൾ വെളിപ്പാടുകളെ നിങ്ങൾ കേൾക്കുന്തോറും നിങ്ങളുടെ ഉള്ളിൽ ജഡമില്ലായ്മ ചെയ്യുക. അല്ലെ, ജഡം ഇപ്പൊ നമ്മൾ ക്രൂശിച്ചുകൊണ്ടിരിക്കുക. ജഡത്തെ ക്രൂശിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വചനത്തിന്റെ സത്യത്തെ ധ്യാനിക്കുമ്പോൾ ജഡം ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ വചനങ്ങളെ എന്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നു വിശ്വസിക്കുന്നുണ്ട്? കാരണം ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നും ക്രിസ്തുവിലെ നിങ്ങളുടെ അവകാശങ്ങൾ എന്തെന്നും ആ അവകാശങ്ങൾ ഞാൻ വാഴുമെന്നുള്ളൊരു വാശി ഓരോ ദൈവമക്കൾക്കും വേണം. കോംപ്രമൈസ് ചെയ്യരുത്. ഒരു രോഗത്തോടും കോംപ്രമൈസ് ചെയ്യരുത്. ഒരു അസ്വസ്ഥതയോടും കോംപ്രമൈസ് ചെയ്യരുത്. വിഷയങ്ങൾ വരുമ്പോൾ ഈ വിഷയങ്ങളുമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിന് മാറുമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കരുത്. പറയണം, കർത്താവിന്റെ കൂട്ടവകാശിയാണ് ഞാൻ. കർത്താവിലുള്ള സകലതും ഞാൻ അനുഭവിക്കും. യേശുവിനെ പോലെ ജയകരമായി ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞാട്ടെ. യേശുവിനെ പോലെ ഞാൻ ജയകരമായി ജീവിക്കും എന്ന് പറഞ്ഞാട്ടെ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് യേശുവിനെ പോലെ ഞാൻ ജീവിക്കും. പക്ഷെ യേശുവിന്റെ ആഗ്രഹം എന്താണെന്നറിയാവോ നമ്മളെ പറ്റി?
ഞാൻ അതും കൂടെ പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്കിന്ന് വേറെ പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കയറ്റി പറഞ്ഞ് ഇച്ചിരി മുന്നോട്ട് പോയത്. നിങ്ങൾക്ക് ധൃതിയുണ്ടോ? നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ യേശുവിനെ പോലെ തന്നെ ജയകരമായ ജീവിതം നമുക്ക് ജയിക്കാൻ നടക്കും. അത് സത്യമായുള്ള കാര്യമാണ്. അത് നമ്മളെ നയിക്കുക തന്നെ ചെയ്യും. പക്ഷെ യേശുവിന്റെ ആഗ്രഹം എന്താണെന്നറിയാവോ? ഞാൻ അതും കൂടെ വായിച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാവേ. ഞാൻ അതിനു മുമ്പ് തന്നെ മറ്റു ഘടകങ്ങളുണ്ട് അല്ലെ. യേശുവിന്റെ അതേ അധികാരം നമ്മളുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലെ. യേശുവിന്റെ അതേ അധികാരമുള്ള എപ്പോഴും നമ്മൾ വായിക്കുന്ന ലൂക്കായുടെ സുവിശേഷം 10:19 അല്ലെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ നമുക്ക് അധികാരം അല്ലെ. സോ യു ഹാവ് ദ സെയിം സ്പിരിറ്റ് അല്ലെ. യു ഹാവ് ദ സെയിം സ്പിരിറ്റ്, യു ഹാവ് ദ സെയിം പവർ, യു ഹാവ് ദ സെയിം അതോറിറ്റി, സെയിം പീസ്, സെയിം ജോയ് ആസ് ജീസസ്. യേശുവിനുള്ള അതേ ആത്മാവ്, അതേ അധികാരം, അതേ ശക്തി, അതേ സന്തോഷം, അതേ സമാധാനം, അതേ നിത്യജീവൻ, അതേ ഡിവിനിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരാമേൻ വിശ്വാസിക്കുന്ന ഒരാമേൻ പറഞ്ഞാട്ടെ. ഞാനൊരു എളുപ്പ വഴി, നിങ്ങളുടെ വിഷയങ്ങൾ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും അറിയാം. നിങ്ങൾ ഈ ഒരു വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാതെ തന്നെ നിങ്ങൾ ഈ വചനത്തിലെ സത്യങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു വെളിപ്പാടുകളെ നിങ്ങൾ പറയുമ്പോഴുണ്ടല്ലോ, ആ വിഷയങ്ങൾ നിങ്ങൾ പോലും അറിയാതെ അങ്ങ് ഞാൻ വിശ്വസിക്കുന്നത് ഓൾറെഡി കർത്താവ് തൊട്ടിരിക്കുക. കാര്യം നിങ്ങളിത് എന്താ പറയുന്നത്, എന്നിൽ യേശുവിന്റെ ജീവൻ ഉണ്ടെന്ന് നിങ്ങൾ യേശുവിനെ വിളിച്ചു പറയുമ്പോ ആ രോഗം നിങ്ങളിന്ന് വിട്ടുപോവുക. യേശുവിന്റെ സമാധാനം എന്നിലുണ്ട്, അതേ സമാധാനം ചെയ്യാൻ വാഴെന്ന് പറയുമ്പോ സമാധാനക്കേട് കൊണ്ടുവന്ന സകലതും നമ്മുടെ മുന്നിൽ നിന്ന് മാറ്റപ്പെടുക. യേശുവിന്റെ അതേ അധികാരം എന്നിൽ ഉണ്ടെന്ന് പറഞ്ഞ അധികാരത്തെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളായിട്ട്, ഏത് വിഷയങ്ങളായിട്ട്, രോഗങ്ങളായിക്കോട്ടെ, ബുദ്ധിമുട്ടുകളായിട്ട്, കർത്താന യേശുവിന്റെ നാഥ എന്നെ ക്യാൻസൽ ചെയ്യുന്നു പറയുമ്പോൾ അതേ അധികാരം എന്ന് റിലീസ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളെ തന്നെ ചെറിയൊരു എണ്ണരുത്. ഞാൻ വീണ്ടും പറയുന്നു, യേശു നിങ്ങൾ ആരാണെന്ന് വചനത്തിൽ പറയുന്നത് അത് മാത്രമാണ് സത്യം. ഒരുപക്ഷെ നിങ്ങളെപ്പറ്റി പിശാച് നുണകൾ നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ, നിങ്ങളുടെ സഹോദരങ്ങളിലൂടെ, പ്രിയപ്പെട്ട കൂട്ടുകാരിലൂടെ, കാര്യം ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് പറയാൻ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകളെ പിശാച് ഉപയോഗിക്കും. നമ്മളെ ഐഡന്റിറ്റി, നിങ്ങൾ ആരുമല്ലെന്ന് നിങ്ങളെ ഹൃദയത്തെ ഇടിച്ചു കളയും. നമ്മൾ ചില സമയത്ത് പറയും, അവരെന്നോട് എങ്ങനെ പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല സിസ്റ്ററെ, ഞാൻ അതുപോലെ കരുതിയത് വ്യക്തിയാ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളുടെ നാവിനെയായിരിക്കും പിശാച് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യക്തിയിൽ നിന്നൊന്ന് സാധാരണ പോലെ ചിന്തിക്കാതെ ആ വ്യക്തിയിലൂടെ പിശാച് ആ നാവിനെ ഉപയോഗിച്ചതാന്നുള്ള ആത്മീക വിവേചനം നിങ്ങളിൽ ഉണ്ടാകണം. ഒരാമേൻ പറഞ്ഞട്ടെ. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു, ഇമോഷണലി നമ്മൾ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇന്റൻസ്ലി നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ ആയിരിക്കും പിശാച് നാവിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ എന്നോട് ഞാൻ എന്തോലെ സ്നേഹിച്ചതാ, എന്റെ സഹോദരനെ പോലെ കണ്ടു, എന്റെ സ്വന്തം സഹോദരിയല്ലേ, എന്റെ സ്വന്തം സഹോദരനല്ലേ. സഹോദരങ്ങളെ, അവർക്ക് ഒരു കുഴപ്പമില്ല, അവരെ നിങ്ങളെ ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ നാവിനെ പിശാച് ഉപയോഗിച്ചുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ക്രിസ്തുവിൽ ബോധ്യമുള്ള പരിജ്ഞാനമുള്ള ദൈവമക്കൾ എങ്ങനെയാ പറഞ്ഞത്, അങ്ങ് മാറുന്ന അവിടെ നിന്ന് അങ്ങനെയാണ് എന്നാൽ ഞാൻ രണ്ടെണ്ണം പറയാന്ന് പറഞ്ഞ് അങ്ങ് മാറിപ്പോയി മുറിയും അടച്ചിടണം. യേശുവിന്റെ നാമത്തിൽ അത് ഏത് പ്രിയപ്പെട്ട നാവിനെ വെക്കുന്ന ദുഷ്ട പിശാചിന്റെ തന്ത്രങ്ങൾ, ആ നാവിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അവനെ ഉപയോഗിക്കുന്ന ആ നാവിനെ ദുരുപയോഗം ചെയ്യുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്ന കൽപ്പിച്ചോണം. ഞാൻ പലപ്പോഴും പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ആദ്യ സമയങ്ങളിൽ മറ്റുള്ളവരെ നമുക്ക് വേണ്ടി എതിരെ ഉപയോഗിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ നാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ ഉണ്ടാക്കുന്ന പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളും ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ എത്രയോ റിസൾട്ടുകൾ കണ്ടെന്ന് പറയോ. എന്നോട് കടിച്ചു കയറാൻ വന്ന ആൾക്കാരൊക്കെ എന്നുണ്ട് സന്തോഷമായിരുന്നു എന്ന് ചോദിക്കുന്നത്. എന്താ പറഞ്ഞ് ഒറ്റ ദിവസം സ്വിച്ച് ഇട്ട പോലെ ആൾക്കാർ മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം അവരല്ല പ്രിയമുള്ളവരെ, അവരിലൂടെ പിശാച് പ്രവർത്തിക്കുന്നതാ. എത്ര പേർക്ക് അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് അവരിൽ മാറ്റം ഉണ്ടാകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെനിക്ക് മാത്രമേ അനുഭവമുള്ളൂ. എല്ലാവരും മ്യൂട്ടാന്ന് തോന്നുന്നു. താങ്ക് യു ലോർഡ് ജീസസ്.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് സിസ്റ്ററെ, സി എന്നെക്കാളും കൂടുതൽ അനുഭവ സമ്പത്തുള്ളവരാ നിങ്ങള്. അതുകൊണ്ട് ഇന്ന് പറഞ്ഞത് നമ്മൾ കുറച്ച് കഥയല്ല കേട്ടത്, സത്യമായ കാര്യങ്ങളാണ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ വചനങ്ങളെ നിങ്ങൾ എല്ലാ ദിവസവും പറയണം കേട്ടോ. രാവിലെ എണീക്കുമ്പോഴേ പറയണം, അയ്യോ ഞാൻ ഇന്ന് എന്നെ ഈ കടക്കാരൻ എന്നാ കാരം കൊടുക്കുവോ എന്ന് പറഞ്ഞ് എണീറ്റ് വരാതെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ഞാൻ ദൈവത്തിന്റെ മകളാണെങ്കിൽ ദൈവത്തിന്റെ അവകാശി ക്രിസ്തുവേശുവിൽ കൂട്ടവകാശമാണ്. യേശുവിന്റെ അതേ ജീവൻ എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു. ആ ജീവനിൽ ഞാൻ വാഴും. യേശുവിന്റെ സമാധാനത്തിൽ വാഴും. എന്റെ കുഞ്ഞുങ്ങളെ സമാധാനം വാഴും, സന്തോഷം വാഴും. ഹല്ലേലൂയ. കർത്താവിന്റെ അതേ അധികാരം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. ഐ ക്യാൻസൽ എവറി പ്ലാൻസ് ആൻഡ് അസൈൻമെന്റ്സ് ഓഫ് ദ എനിമി ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ സമാധാനം വാഴും. ഈ വചനങ്ങൾ നിങ്ങൾ ഏറ്റുപറയാം. അതിരാവിലെ ഞാൻ ആ ക്രിസ്തുവിൽ ആരാണെന്ന് വിളിച്ചു പറയുമ്പോഴത്തേനും പിശാചിന്റെ കൺഫ്യൂഷൻ അടിച്ച പിശാച് ഓടിപ്പോവും. പിശാച് നിങ്ങൾ അടുത്ത് പോലും വരാൻ പറ്റത്തില്ല. അപ്പൊ ഇനി നടക്കത്തില്ല. സത്യമൊക്കെ അറിഞ്ഞാൽ പിന്നെ സത്യം അറിയത്തില്ലാതെ പിശാച് കൺഫ്യൂസ്ഡ് ആക്കുന്നേ. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഞാൻ വീണ്ടും പറയാം, നിങ്ങളെ കാണുമ്പോൾ ആത്മലോകത്തിൽ ഈ ലോകത്തിൽ നിങ്ങളെ കാണുമ്പോൾ ഓക്കെ, ഇപ്പം അജിത സിസ്റ്റർ അല്ലെങ്കിൽ അനിത സിസ്റ്റർ അല്ലെങ്കിൽ ആരാ മോളി സിസ്റ്റർ ഷീബ സിസ്റ്റർ ആരെങ്കിലും ആയിക്കോട്ടെ, അവരെ നിങ്ങളെ മാത്രമേ കാണുള്ളൂ. പക്ഷെ ആത്മലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സ്പിരിച്വൽ വേൾഡിലാണ്. ആത്മലോകത്തിൽ നോക്കുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു വാഴുന്ന ഒരു ക്യാരി ചെയ്യുന്ന ഒരു പാത്രമാണ് അല്ലെ. പിന്നെ പഴയ നിയമത്തിൽ പെട്ടകത്തിൽ ദൈവത്തിന്റെ തേജസ് സാന്നിധ്യം വഹിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ അതേ പെട്ടകം നമ്മളാ. ആത്മലോകത്തില് ഏഞ്ചൽസ് മാത്രമല്ല, എനിമീസ് ഈവിൾ സ്പിരിറ്റുകൾ നോക്കുമ്പോൾ നിങ്ങളെ അല്ല കാണുന്നത്. ഏതോ ഒരു വീട്ടിൽ ജനിച്ച് ഇന്നയാളെ കുറ്റിമറിച്ച ഒരാളെയല്ല കാണുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു വാഴുന്ന ശരീരം. അവൻ ഓടും. അടുത്ത് പോലും വരാൻ പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ കേട്ടോ. ചില പാവപ്പെട്ട ചില വിശ്വാസികളെ ചില വചനങ്ങളിൽ അവരെ കുരുക്കിയിട്ടേക്കുക. നിങ്ങൾക്ക് ശക്തിയില്ല, അവിചാരക്കും അതേക്കും ഇതേക്കും എന്നെല്ലാം പറഞ്ഞിട്ടേക്കും. എന്റെ പൊന്നു പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. യേശുവിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അതേ ജീവൻ വസിക്കുന്നതുകൊണ്ട് രോഗത്തിനും പാപത്തിനും ശാപത്തിനും നിങ്ങളെ സ്വാധീനിക്കാതെ വണ്ണം ആ ജീവൻ നിങ്ങൾ ഒഴുകും. അത് നിങ്ങൾ വിളിച്ചു പറയണം. അത് നിങ്ങൾ വിശ്വസിക്കണം. അതിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. Thank you, Lord Jesus. Thank you, Lord Jesus. Thank you, Lord Jesus. Hallelujah. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണേ. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ഇന്ന് കേട്ട ദൈവം നിങ്ങളോട് പറഞ്ഞ ഈ വചനങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഏറ്റുപറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. നമ്മളൊരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 5 മിനിറ്റുള്ളിൽ. അപ്പൊ അതേ സമയത്ത് തന്നെ നിങ്ങളത് നിങ്ങളുടെ വിഷയങ്ങളെ എന്തുകൊണ്ട് രോഗമായിക്കോട്ടെ, ഇപ്പോൾ ഈ നിമിഷം നമ്മൾ ഈ കേട്ട വചനം പറയുന്നു, അവൻ വചനങ്ങൾ പ്രസംഗിക്കുമ്പോൾ അവർ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു പോന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ സാക്ഷ്യം പറയും. ഇത് രോഗമായിക്കോട്ടെ, ഇൻസ്റ്റന്റ് ആയിട്ട് കാണുന്ന വിഷയങ്ങളാണെങ്കിൽ അതിന്റെ സാക്ഷ്യം പറയാം. അല്ല മറിച്ച് ഇന്നൊരു കാര്യമാണ്, ഞാൻ ഇപ്പൊ തന്നെ വിശ്വസിക്കുന്ന കർത്താവെ, അടുത്ത പ്രാവശ്യത്തെ വുമൻസ് മീറ്റിംഗ് ഞാൻ സാക്ഷ്യം പറയും, അല്ലെങ്കിൽ അടുത്ത മാസത്തെ സൂം മീറ്റിംഗിൽ ഞാൻ സാക്ഷ്യം പറയും. അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ഹീലിംഗ് ആണെങ്കിൽ, വേറെ ഒരു കാര്യമാണെങ്കിൽ, വേറെ ഏതൊരു കാര്യമായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കും. ഇന്ന് ദൈവം നമ്മളോട് ഇടപെട്ടെ. ഞാനല്ല പറഞ്ഞത് എന്നിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ട വചനങ്ങളെ ഉറപ്പിക്കുന്ന വിധത്തിൽ ദൈവം ഇന്ന് അത്ഭുതം ചെയ്യാൻ പോവാ. അതുകൊണ്ട് ഏത് രോഗമായിക്കോട്ടെ, തലവേദനയായിക്കോട്ടെ, കണ്ണുവേദനയായിക്കോട്ടെ, കൈവേദനയായിട്ട് ഏത് രോഗമായിക്കോട്ടെ, ഈ വചനങ്ങളെ ഈ ക്രിസ്തുവേശുവിലെ കൂട്ടവകാശിയാന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിൽ ആരാണെന്നുള്ള ആ വചന സത്യങ്ങൾ നിങ്ങൾ ഏറ്റുപറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് ആ രോഗത്തെ യേശുവിനകത്ത് ക്യാൻസൽ ചെയ്ത് അധികാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ സൗഖ്യം അവിടെ വ്യാപരിക്കും. കുടുംബത്തിൽ സമാധാനം വ്യാപരിക്കും. ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്ന ഇപ്പോൾ തന്നെ അതിനകത്ത് റിസൾട്ട് ഉണ്ടാവും. ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ്, ഇൻസ്റ്റന്റ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ മണി എന്തുവാണോ നിങ്ങൾ അത് വിശ്വസിക്കാൻ തയ്യാറാണ്. എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു പൊട്ടനെ പോലെ എന്റെ ദൈവം എനിക്കത് ചെയ്ത് തരും എന്ന് പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ ദൈവം ഇപ്പൊ ചെയ്യാൻ പോകും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്.
എല്ലാരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നടുവിലുണ്ട്. വചനങ്ങളെ ഏറ്റുപറഞ്ഞ് ഇന്ന് ദൈവം ഏറ്റുപറഞ്ഞ വചനങ്ങളെ വിളിച്ചു പറഞ്ഞാട്ടെ. എന്നിട്ട് യേശുനാഥിൽ ഏത് വിഷയമാണെങ്കിൽ യേശുനാഥ കുടുംബം വിട്ട് ഇറങ്ങാൻ യേശുനാഥ് കൽപ്പിച്ചാട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. റൂട്ടാലിയാന ഷെഥേരിയാന റാബല എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. മ്യൂട്ടുകളെ മാറ്റി പ്രാർത്ഥിച്ച അന്യഭാഷകളെ പറഞ്ഞ് ഇന്ന് പറഞ്ഞ വചനങ്ങളെ ലേഥേരിയ സേഖ്യറിയ ഷഗസിയാന കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ദൈവത്തിന്റെ സത്യത്തിൽ അവർ വാഴട്ടെ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഹോറാവാല ഷെദരിയാരകന യേശുവിന്റെ ജീവൻ ഞങ്ങളുള്ളിൽ വ്യാപരിക്കുന്നപ്പ കർത്താവിന്റെ അതേ ജീവൻ ഞങ്ങൾ ക്യാരി ചെയ്യുന്നു. ആ യേശുവിന്റെ ജീവൻ ഞങ്ങളുള്ളിൽ വസിക്കുമ്പോൾ രോഗത്തിന് മേൽ ഇരിക്കാൻ സാധിക്കുകയില്ല. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പറഞ്ഞാട്ടെ, കരവെടുത്ത് വെച്ചാട്ടെ. യേശുവിനെ കൽപ്പിക്കുന്നു സകല രോഗശക്തികളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് യേശുവിന്റെ ജീവനിൽ ഒഴുകും. ക്രിസ്തു യേശുവിന്റെ കൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ എന്നെ ഇരുത്തിയിരിക്കുക. I am seated with Christ Jesus in the heavenly places. I have the same authority of Jesus. I have the same anointing of Jesus. I have the same spirit as Jesus Christ. യേശുവിനുള്ള അതേ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. ആ ജീവൻ എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു. ആ ആത്മാവിൽ ഞാൻ വാഴും. രോഗത്തെ ഞാൻ വാഴും, പാപത്തെ ഞാൻ വാഴും, ദിവ്യ ശക്തി ഞാൻ നടക്കും, ദിവ്യ ആരോഗ്യത്തിൽ ഞാൻ നടക്കും. എന്റെ ശരീരത്തിൽ ഇന്ന് അവകാശം പറഞ്ഞേക്കുന്ന ഒരു രോഗത്തിനും എന്റെ മേൽ അവകാശമില്ല. എന്റെ ശരീരം ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ശരീരമാണ്. എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിൽ ഒരു രോഗത്തിനും അവകാശമില്ല. യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തിന്റെ അവസ്ഥയെ, ആ നുണയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞാട്ടെ, ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ നുണകളിൽ നിന്ന് പൊട്ടിട്ട എല്ലാ നുണകളും വിട്ടുമാറി instant creative miracles in the mighty name of Jesus. I speak life, Lord. I speak healing in the name of Jesus. In the mighty name of Jesus. സൗഖ്യങ്ങൾ, instant സൗഖ്യങ്ങൾ യേശുവിന്റെ കരങ്ങൾ കണ്ണുകൾ വെച്ചാൽ സൗഖ്യങ്ങൾ കരങ്ങൾ. ഓ റബസെകരബന റീഠലിയാരകന. I could feel the presence of the Lord. റാഷെകെരിയ നെരിഖസിയ ടെരിയാരകന. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവൻ വ്യാപരിക്കുക. അവന് പ്രാർത്ഥിച്ച അപ്പാ എനിക്ക് സാന്നിധ്യം അനുഭവിക്കണം. അപ്പാ ആ സാന്നിധ്യം, ആ ശക്തി എനിക്ക് അനുഭവം, ആ ശക്തിയിൽ ഞാൻ ജീവിക്കും. ലിവർ രോഗങ്ങൾ യേശുവിന്റെ സൗഖ്യമാകും. ലിവർ രോഗങ്ങൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഡയബറ്റീസുകൾ യേശുവിന്റെ സൗഖ്യമാകട്ടെ. യേശുവിന്റെ പറഞ്ഞാട്ടെ, ഒരു പാരമ്പര്യ രോഗങ്ങളും എന്റെ ഉള്ളിൽ വസിക്കുന്നില്ല. എനിക്കുള്ളത് യേശുവിന്റെ പാരമ്പര്യ. ഐ ആം ഇൻ ദ ലൈനേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിന്റെ മകളാ. യേശുവിന്റെ പാരമ്പര്യം എനിക്കുള്ളത്. എന്റെ അപ്പൂപ്പനുമുള്ള രോഗങ്ങൾ എന്റെ മേൽ വരികയില്ല. ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. I am a new creation. I have the same spirit of Jesus Christ in the name of Jesus. എന്ന് പറഞ്ഞ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. എന്റെ തലമുറകളെ നശിപ്പിക്കാൻ നോക്കുന്ന അവരുടെ ഭാവിയെ കർത്താവ് എതിരെ നിൽക്കുന്ന ദുഷ്ടന്റെ സകല തന്ത്രങ്ങളെ യേശുവിനാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. Right now in the name of Jesus, every addictions be broken in the name of Jesus. Let them free from every addictions, Lord. Every wrong relationship, let them come out of every wrong relationship in the mighty name of Jesus. പറഞ്ഞാട്ടെ, അപ്പ എനിക്ക് ഇപ്പോൾ സാക്ഷി പറയണം. ഞാൻ സാക്ഷി ഇപ്പോൾ പറയും. ഞാൻ ഇപ്പോൾ സാക്ഷി പറയും. ഇപ്പോൾ എന്റെ സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. എന്റെ സൗഖ്യം എന്റെ അവകാശമാണ്. എന്ന് പറഞ്ഞേ, എന്റെ സമാധാനത്തെ അടുത്തുന്ന, എന്റെ സന്തോഷത്തെ കെടുത്തുന്ന, എന്റെ കുടുംബത്തിന്റെയും പങ്കാളികളുടെയും മക്കളുടെയും ഏത് വിഷയത്തിലായിക്കോട്ടെ സമാധാനത്തെ അസമാധാനത്തെ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ യേശുവിനത് മുട്ടുമടക്കിയ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ സമാധാനത്തെ എന്റെ കുടുംബത്തിൽ വാഴട്ടെ. എന്റെ കുഞ്ഞുങ്ങൾ വാഴട്ടെ. രോഗശക്തികൾ, സമാധാനത്തെ കടന്ന കടബാധിതകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതിയ സ്രോതസ്സുകൾ തുറന്നു വരട്ടെ. ന്യൂ ഇൻകം കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ കൽപ്പിക്കുക. എന്ന് പറഞ്ഞേ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് എന്റെ ഉള്ളിലുണ്ട്. I have the same spirit that raised Jesus Christ from the dead. I have the spirit of, I don't have the spirit of fear. I have the spirit of power, love and sound mind. ഭീരത്തിന്റെ ആത്മാവല്ല എന്റെ ഉള്ളിലുള്ളത്. സോ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവ്, ആ സ്നേഹം എന്നിൽ നിന്ന് ഒഴുകട്ടെ. ആ ജീവിതത്തിൽ ഞാൻ വാഴട്ടെ. ആ സന്തോഷത്തിൽ ഞാൻ വാഴും. In the mighty name of Jesus. വിശ്വസിക്കുന്നവരുടെ മേൽ ഇത് സംഭവിക്കും. വിശ്വസിക്കുന്നവരുടെ മേൽ അടയാളമായിട്ട് ഇത് വെളിപ്പെടും. Oh, in the name of Jesus. Hallelujah. Oh, Rabba. Thank you, Holy Spirit. Thank you,
ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ശരിയാ രഹസ്യാരകന കർത്താവിയുടെ വചനങ്ങളാൽ അങ്ങ് അത്ഭുതങ്ങളാലും അടയാളങ്ങൾ ഉറപ്പിച്ചതുപോലെ ഇപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇൻസ്റ്റന്റ് ആയിട്ട് ഇൻ ദ നെയിം ഓഫ് ഇൻസ്റ്റന്റ് മിറക്കിൾസിനെ കൽപ്പിക്കുന്നപ്പ, ഇൻസ്റ്റന്റ് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ കൽപ്പിക്കുന്നപ്പ. റാസി എന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മൈ ലോർഡ് ഇസ് ദ ലോർഡ് ഓഫ് ഇംപോസിബിലിറ്റി. എന്താണോ സാധ്യമാക്കാത്തത് അത് സാധിപ്പിക്കാൻ എന്റെ ദൈവത്തിന് പറ്റും. എന്റെ ദൈവ സർവശക്തൻ. ഓ റാസ ചെരിയാരകന രോഗങ്ങൾ സൗഖ്യമാകട്ടെ, വേദനകൾ വിട്ടുമാറട്ടെ, മാനസിക വിഭ്രാന്തികൾ യേശുവിനാമത്തിൽ സൗഖ്യമാകട്ടെ. Every evil spirit that behind every sickness, I bind it and I break them, I cancel them in the mighty name of Jesus. I have the authority same of Jesus Christ. I have the same authority of Jesus Christ. പാപങ്ങളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ കർത്താവ് എനിക്ക് നമ്മൾക്ക് അധികാരത്തെ നൽകിയിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷം വരുത്തുകയില്ല. Every lies of the enemy that is spoken of your life, that is spoken of your children, that is spoken of your marriage, that is spoken of your family, be removed in the name of Jesus. Rataliyake marusha teriana, rasa teriana, rabala baraba shigediana baraba. സൗഖ്യങ്ങൾ നടക്കുക യേശുവിന്റെ നാമത്തിൽ. രോഗങ്ങൾ സൗഖ്യമായി യേശുവിന്റെ നാമത്തിൽ. റൂഷെ മറൂസ ടെരിയാനെ റസ ടെരിയ ബെലിയ കസി ടെരിയാന റാബ ഷെബെ റെബെ ഷെബേരിയ റീബ സെറ്റേരിയ റെബേസിയ ടെരിയ ലക്കാരിയ ഷിക്കിരിയ റകസിയ ടെരിയ രഗന റാബ സെക വീഷ വീര ബാര ബാര റസുധിരിയാന റിയ ഷദര ഹസിയ രഗന. പറഞ്ഞേ I'm receiving my healing, receiving my healing in the mighty name of Jesus. റൂപി റമാന ഷദരിയ രഗന. Thank you Holy Spirit. കർത്താവേ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ ഇന്ന് പ്രത്യേകമായി സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് പുതു വഴികൾ തുറക്കട്ടെ. ദുഷ്ടൻ കവർന്നത് ഓ ഹല്ലേലൂയ അത് യേശുവിന്റെ നാമത്തിൽ 100 ഇരട്ടി മടങ്ങി വരട്ടെ. റോങ് റിലേഷൻഷിപ്പ്, റോങ് പേഴ്സൺസ്, റോങ് കണക്ഷൻസ്, ദൈവഹിതമല്ലാത്ത എല്ലാവരും യേശുനാഥ് പ്രിയമക്കളുടെ ജീവിതത്തിൽ ഡിസ്കണക്ട് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ററ്റരിയാന ഷതരിയാന കസിയാരകന. പുതിയ വാഹന നന്മകൾ ഉണ്ടാകട്ടെ, ഭവനങ്ങൾ ഉണ്ടാവട്ടെ. യേശുവിന്റെ നാമത്തിൽ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പറയുന്നവരായിട്ട് ആത്മാവിൽ നിറഞ്ഞു കവിഞ്ഞ യേശുവിന്റെ നാമത്തിൽ കൃപാവരങ്ങളെ 9 കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവരെ 7 ആത്മാവിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവരായി ഓരോരുത്തരും മാറട്ടെ. നിറവുണ്ടാവട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ. സമാധാനത്തെ ഞാൻ കൽപ്പിക്കുന്നു. എല്ലാ അസമാധാനങ്ങളും എല്ലാ ഭാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഓ റബബബ ഷതരിയ വീരദല ഷിഖേരിയ റസിഖാചരിയ ലേബറ ഷിഖേരിയ രഗന ലെഫറുസിയ ടെരിയ കെരബര. കാരൽ രോഗങ്ങൾ യേശു സൗഖ്യമാക്കുക. യേശുവിന്റെ നാമത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നവർ യേശുവിന്റെ ജീവൻ വ്യാപരിക്കുക. ഇന്ന് പറഞ്ഞാട്ടെ രോഗമുള്ളവർ പറയും യേശുവിന്റെ ജീവൻ എന്റെ ശരീരത്തിൽ ഒഴുകുന്നു. ഒരു രോഗത്തിന് എന്റെ മേൽ അവകാശമില്ല. യേശുവിന്റെ ജീവൻ എന്റെ മേൽ വാഴുന്നത്. കാരൽ രോഗങ്ങൾ സൗഖ്യമായി യേശുവിന്റെ നാമത്തിൽ. റൂസകാരിയാന റബ ഷിഖേരിയാസ്. എവരി ഫൈനാൻഷ്യൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ, പ്രത്യേകിച്ച് സിന്ധു എന്ന പേര് എന്റെ കർത്താവ് ഹൃദയം തരുന്നു. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക വിഷയത്തിൽ കുടുക്കുന്നത് കർത്താവ് പുറത്തുകൊണ്ടുവരും. യേശുവിന്റെ നാമത്തിൽ റാസഥേരിയാന റീഠരിയാന റിഫാരിയ ഷഥേരിയാന ലാബറൂസിയാരക ഷഥേരിയ സിയാരകന റാഖഥേരിയാന റാഖസിയ ഷഗസിയാരകന. ഹല്ലേലൂയ. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് മുറിവേറ്റ ഹൃദയം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായ റാസഥേരിയാന. The trauma that comes from the verbal abuse. ചില വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി കൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് മുറിവുകളെ ഉണക്കുക. ഇന്ന് എല്ലാ നുണകളും പൊളിയട്ടെ. ഓ നിനക്ക് കഴിവില്ല, നിന്നെ കൊള്ളത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പിശാച് മറ്റുള്ളവരെ ഉപയോഗിച്ച് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ ഉപയോഗിച്ച സകലതും എല്ലാ നുണകളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഓ ഭലാധേരിയാന ഷിഖേരിയാന. Releasing the healing in the mighty name of Jesus. I command my mighty miracles may happen in the name of Jesus. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ പ്രിയമക്കളെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് അവരുടെ ദേശത്തിന്മേൽ സാക്ഷികളായി തീരട്ടെ. സാക്ഷികളായി തീരട്ടെ. ലബ റൂസ ടെരിയാന റീപ സീഖ ടെരിയാന റീക ഷസിയാരക
ലേപറൂസി ദേ ജർമ്മനിയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തും. ജർമ്മനി യേശുവിന്റെ നാമത്തിൽ കർത്താവ് യേശുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് രാജ്യത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ സാധാരണ മൂവ് ഉണ്ടാവട്ടെ അപ്പ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ലബറൂഷതെരിയ നെക്കറൂസിയാന ടെരിയ ലെബറാഷെ നെക്കിറ്റുവ ലെഖസിയാന ടെഷിയ സിയാരഗന റീഷെ ധേരിയെ ധേരിയ മെറിയ സിധേരിയ ഷെഖസിയാരഗന. കർത്താവ് ഇന്തോനേഷ്യയുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവെ. രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് യുകെനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലകൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് സുവിശേഷ വേലയെ പ്രതി ഭാരം അനുഭവിക്കുന്ന കർത്താവിന്റെ മക്കൾ യേശുവിന്റെ നാമത്തിൽ ജീവിക്കുന്ന ദൈവം യേശു ക്രിസ്തു അറിയിക്കുന്ന വിധത്തിൽ എന്റെ കർത്താവിന്റെ ഘാരം അത്ഭുതം പ്രവർത്തിക്കുന്ന നന്ദി, വീര്യം പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് നന്ദി കർത്താവെ. സാക്ഷികളുടെ സാക്ഷ്യം ഉണ്ടാവട്ടെ. ഹോ ലാബേരനെ ശരിയാണ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവെ. അങ്ങ് ചെയ്യുന്ന അങ്ങ് വലിയ കൃപകളെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവെ. In the mighty name of Jesus. Thank you Lord Jesus. Hallelujah. കർത്താവെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അപ്പാ. Hallelujah. Thank you Father. Thank you Holy Spirit. പരിശുദ്ധാത്മാവേ, ഇന്ന് അനേക ഹൃദയങ്ങളെ അങ്ങ് സ്പർശിച്ചതിന് നന്ദി അപ്പാ. ഇന്ന് സൗഖ്യങ്ങളെ നൽകി കുറിപ്പിക്കും നന്ദി കർത്താവെ. ഈ വചനത്തിന്മേലുള്ള സ്വാതന്ത്ര്യത്തിൽ അവർ വാഴട്ടെ. അനേകരുടെ ജീവിതത്തിൽ അവൾ വിശ്വസിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവമെന്ന് ജാതികൾ പറയക്കത്ത വിധത്തിൽ അവരുടെ ജീവിതത്തെ അങ്ങ് അലങ്കരിക്കുന്ന നന്ദിയപ്പ. അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമയം കയറിപ്പോയി, പക്ഷെ നമുക്ക് വേറെ പ്രെയർ ഇല്ല. എന്താണേലും ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ നിങ്ങളോട് ഇടപെട്ട ഈ വചന സത്യങ്ങളെ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ പറയുമ്പോൾ തന്നെ ഇത് എണീറ്റ് വന്ന് പറയണം. യേശുവിന്റെ നാമത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. നമുക്ക് സാക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷ്യങ്ങളെ പറയാവുള്ളൂ. നമുക്ക് സമയം ഒരുപാട് മുന്നോട്ട് പോയി. സാക്ഷ്യം ഉണ്ടെങ്കിൽ 2-3 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് പറയണം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഞാന് 2 ദിവസമായിട്ട് പാസ്ബുക്ക് കാണാണ്ട് ഇങ്ങനെ തെരഞ്ഞു നടക്കുക. ഇന്ന് 5:30 തിരയുന്നായിരുന്നു. പ്രെയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിനോട് തന്നെ പറഞ്ഞു, നീ അത് കാണുന്നുണ്ട്, അത് എടുത്തു തരണം എന്നുള്ളത്. അങ്ങനെ പരതി. അപ്പൊ നമ്മളിൽ ദൈവത്തിന്റെ ജീവൻ തന്നെ നമ്മളിൽ വസിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ എവിടെയാ ഉള്ളത് എന്നുള്ളൊരു സിഗ്നൽ എന്റെ തലയിൽ കിട്ടിയത്. ഞാൻ അത് നോക്കുമ്പോൾ ശരിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതങ്ങനെ ലഭിച്ചു. അപ്പൊ എനിക്കൊരു കാര്യം കൂടി വേണ്ടതുണ്ട്. ചിലൊരു 21 വർഷമായിട്ട് നമ്മൾ സൈലന്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അത് പല സ്ഥലത്തും ആയതുകൊണ്ട് എടുക്കാൻ പാടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ബോധം കിട്ടുന്നത്, അത് എന്തായാലും ഈ ലാസ്റ്റ് പീരീഡ് വന്നപ്പോൾ അത് എന്തായാലും ഒരു സ്ഥലത്ത് അത് എത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു സ്ഥലത്തേക്കൊന്ന് പോകേണ്ടതുണ്ട്. അത് അത്രയും വേഗം അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണം. സിസ്റ്റർ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതം ചെയ്യും സിസ്റ്ററെ. നമ്മൾ ഇന്ന് കേട്ടപ്പോൾ തന്നെ ആ വചനത്തിന്റെ നിവർത്തി അത്ഭുതം നമ്മൾ കാണും കേട്ടോ. കർത്താവ് ചെയ്ത അത്ഭുതത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. വേറെ സാക്ഷികളുണ്ടോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് തലയ്ക്ക് ഭയങ്കര ഭാരമായിട്ടായിരുന്നു പ്രേയറിന് വന്നത്. എൻ്റെ കണ്ണിനൊരു ഈ ഷുഗറിൻ്റെ ഇത് വന്നിട്ട് ബ്ലീഡിങ് ഉണ്ടായേ. എന്നിട്ട് ഇപ്പോൾ അത് മാറിയിട്ട് അത് കോട്ടിങ് ആയി, ബ്ലഡ് ക്ലോട്ട് ആയിരിക്കും. ഈ തലയ്ക്ക് ഭയങ്കര ഭാരമായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത് ഓണാക്കുന്നത്. അന്നേരം പറയുന്നത്, കർത്താവിൻ്റെ ജീവനുള്ളത് കൊണ്ട്, നിന്നിൽ വാഴുന്നത് കൊണ്ട് നിന്നിൽ അസുഖവും വാഴുകയില്ല. ആ ഒരു വചനം കേൾക്കുക എൻ്റെ തലേന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് വലിയൊരു ആശ്വാസമായി. ആമേൻ സിസ്റ്ററെ. കർത്താവ് അടുത്ത പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അത് അവിടെ ഇല്ല എന്നുള്ള സാക്ഷ്യം പറയും യേശുവിന്റെ നാമത്തിൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വേറെ ആരെങ്കിലും ഉണ്ടോ? സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണേ. സാക്ഷ്യം പറയാനാണോ മ്യൂട്ട് മാറ്റിയേക്കുന്നത്? താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പറഞ്ഞു സിസ്റ്റർ, ഒരു വിഷയം 15-ാം തീയതി എൻ്റെ മകനൊരു എക്സാം ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. കർത്താവ് അത്ഭുതത്തെ ചെയ്യും സിസ്റ്ററെ. നമ്മൾ പറഞ്ഞല്ലോ എന്നാണോ കേട്ടത് അത് അത്ഭുതമായിട്ട് മകന്റെ ജീവിതത്തിൽ വ്യാപരിക്കും കേട്ടോ. അത് സന്തോഷകാരണമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പറയണമേ. നമുക്ക് സമയം മുന്നോട്ട് പോയല്ലോ. സാക്ഷ്യങ്ങളുണ്ടോ? സിസ്റ്ററെ ലേറ്റ് ആയിട്ട് കയറി, അതുകൊണ്ട് ഇതിന്റെ റെക്കോർഡിംഗ് ഇടണേ. ഇട്ടേക്കാം. താങ്ക് യു. ഇന്ന് പ്രേയേഴ്സിന്റെ ഇടയിൽ സിസ്റ്റർ സിന്ധു എന്നൊരു പേര് പറഞ്ഞു. പക്ഷെ അത് എന്റെ ആരാ സംസാരിച്ചേ? ഞാൻ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചൊരു പേരാ സിസ്റ്ററെ. അത് ആരാ പറഞ്ഞെങ്കിൽ മ്യൂട്ടായി പോയി. കർത്താവ് അത്ഭുതത്തിൽ ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റ് മണി ആയിട്ട് വരും കേട്ടോ. ഓക്കെ. ഗോഡ് ബ്ലെസ് യു. അതുപോലെ തന്നെ
പറഞ്ഞു. ഇന്നലെ ബ്രദറിന്റെ പ്രയറിൽ എൻ്റെ അമ്മ അവസാനമാണ് കേൾക്കാൻ വന്നെങ്കിലും ബ്രദർ നടുവേദനയുടെ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ആ അമ്മയ്ക്ക് ഉടനെ തന്നെ ഒരു ചെറിയൊരു ബൾജ് ഉണ്ടായിരുന്നു, അത് മാറി സുഖം കിട്ടി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. കർത്താവ് യേശുവെ അങ്ങ് ചെയ്ത അത്ഭുതത്തെ ഓർത്ത് ശ്രദ്ധിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. വേറെ സാക്ഷ്യങ്ങളുണ്ടോ ആരെങ്കിലും? താങ്ക് യു ജീസസ്. സാക്ഷികളാണെങ്കിൽ പെട്ടെന്ന് പറയണേ. പ്രാർത്ഥന വിഷയമാണെങ്കിൽ നമുക്ക് അല്ലാതെ ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. സാക്ഷ്യമാണോ? ആർക്കാ പറയുന്നേ? സിസ്റ്ററെ, ഈസ്റ്റാമിന്ന് മോളിയാൻ്റിയാണ്. എൻ്റെ കാലിന് 2-3 ദിവസമായിട്ടത് ഒരു രോഗമൊന്നുമല്ലെന്ന് എനിക്കറിയായിരുന്നു. ഒരു ഭയങ്കരമായിട്ട് ഒരു ടിപ്പിക്കൽ പെയിനും പിന്നെ വെയിനയിലൊക്കെ ആയിട്ട് ഒരു വേദനയും കാല് പുകയുന്ന പോലെ. അപ്പൊ അതെനിക്കറിയാം എൻ്റെ മേലുള്ള എന്തോ ഒരു അറ്റാക്കാണെന്ന്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു 98% പിന്നെ ആ ബോണിന്റെ ഇടയിലൊക്കെ ആയിട്ട് ആ വേദന ഉണ്ടായിരുന്നു. അപ്പോഴത് പിന്നെ അത് തന്നെയല്ല, നമ്മളെ ഈ അക്യൂസ് ചെയ്യുന്ന മണ്ഡലങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ രാവിലെ ഒരു സംസാരത്തിൽ ഞാൻ പറഞ്ഞു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വാഴുന്നതെന്ന്. അപ്പൊ അന്നേരം തന്നെ ഞാനൊരു സൂം മീറ്റിംഗ് കയറുമ്പോൾ അവിടെ തന്നെ കൺഫർമേഷൻ ആ വാക്ക് തന്നെ കിട്ടാനിടയായി. അപ്പോഴാണ് ഇപ്പോഴത്തെ ഈ മെസ്സേജ് എല്ലാം എന്നെ ഒത്തിരി സ്ട്രെങ്ത് ചെയ്തു. അപ്പൊ ആ വേദന എന്റെ കാലിൽ നിന്നും പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ആമേൻ. കർത്താവ് വങ്ങിച്ചു കൊടുത്ത അത്ഭുതത്തിന് നന്ദി പറയുന്നു സിസ്റ്ററെ. നമ്മുടെ ശരീരത്തില് ഒരു പിശാചിനും തൊടാൻ പറ്റത്തില്ല. നമ്മൾ വസിക്കുന്ന ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവന് കർത്താവിന്റെ വചനം പറയുന്നു. അത് മാത്രമാണ് സത്യം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആത്മമണ്ഡലം നോക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല നിൽക്കുന്ന. ഹോൾ ഹെവൻ ഈസ് ബാക്കിംഗ് അപ്പ്. നമ്മുടെ മുമ്പിൽ സൈന്യത്തിന്റെ യഹോവ, ആ ഒരു കോടാനുകോടി ദൂതന്മാർ നടുവില്ല നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ബോധ്യത്തിൽ നിൽക്കുക. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ കേട്ടോ. വേറെ സാക്ഷ്യങ്ങളില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ രണ്ടുപേരും മ്യൂട്ടായി പോയല്ലോ. ആരായിരുന്നു? ലീന സിസ്റ്റർ കണ്ടോ? ഷീബ സിസ്റ്റർ കണ്ടോ? ലീന സിസ്റ്റർ പറയൂ. ഓക്കെ. ഞാൻ ജോലി കഴിഞ്ഞെടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അതിന് കാലുവേദനയിൽ വല്ലാത്തൊരു സ്ഥിതിയിലൂടെ പോവുമായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഒട്ടും വയ്യല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്തത്. അവിടെയുള്ള ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നപ്പോൾ എന്നോട് ഈ കൊച്ചി പറയുന്നത്, ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഞങ്ങളുടെ റൂമിൽ പോയി ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്ററെ. അത് എന്തായാലും വൈകുന്നേരം വരെ കുട്ടി നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു സിസ്റ്ററെ. വലിയൊരു അത്ഭുതം അതിന് ചെയ്തു. ദൈവത്തിന് ഒത്തിരി നന്ദി സിസ്റ്ററെ. ആമേൻ. സിസ്റ്റർ ദൈവം ഉപയോഗിച്ചല്ലോ. കർത്താവിന്റെ ജീവൻ നമ്മളിൽ വസിക്കുന്നുണ്ടോ, അത് ഒഴുകുന്നുണ്ട്. കർത്താവ് ഉപയോഗിച്ചല്ലോ. ദൈവം ചെയ്ത അത്ഭുതത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു സിസ്റ്റർ. വേറെ ആരായിരുന്നു? ആരുടെ പേര് ഞാൻ കണ്ടായിരുന്നല്ലോ? ഷീബ സിസ്റ്റർ. മോന് 10ലായിരുന്നു. മോന് നല്ല റിസൾട്ട് ഉണ്ട്. സിസ്റ്റർ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാത്തിനും ഫുള്ള് 8A+ഉം 2A ഉണ്ടായിരുന്നു. ആമേൻ. കർത്താവെ ചെയ്ത അത്ഭുതത്തിന് നന്ദി പറയുന്നുള്ള ഭാവി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹമായി തീരട്ടെ. കുടുംബത്തിന്, ദേശത്തിന്, കർത്താവെ രാജ്യത്തിന് തന്നെ അനുഗ്രഹമായി തീരട്ടെ. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ജീസസ്. വേറെ ആരുടെ പേര് ഞാൻ കണ്ടായിരുന്നല്ലോ? വേറെ ആരെങ്കിലും ഉണ്ടോ? സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണേ. ഷീബ സിസ്റ്റർ എന്ന് പറഞ്ഞൊരു പേര് ഞാൻ കണ്ടായിരുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. സോ വേറെ ആരും ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. താങ്ക് യു ജീസസ്. നമുക്ക് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാം. ഹലോ പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ സിന്ധുവിന്റെ പേര് പറഞ്ഞ ബാക്കിയൊന്നും പറഞ്ഞില്ലല്ലോ സിസ്റ്റർ. ബ്രദറെ, ഞാനത് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് സിന്ധുവിന്റെ പേര് ഞാൻ കേട്ടത്. അപ്പം അതിനകത്തൊരു ഫിനാൻഷ്യൽ കുരുക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു സിന്ധു ആണ്. അതിനകത്ത് കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നതായിട്ടാണ് ഓട്ടോ പറഞ്ഞത്. എന്റെ വൈഫ് സിന്ധു ആയിരുന്നു, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ. നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ഏറ്റെടുത്തോളൂ കേട്ടോ, ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിന്റെ ആണെങ്കിൽ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. വേറെ ആരും ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. നമുക്ക് അജിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് വൈൻഡപ്പ് ചെയ്യണേ. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല കഥാവേ, ദൈവമേ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നപ്പാ. ദൈവമേ ഇന്ന് കഥാവേ സിസ്റ്റർ കേട്ട എല്ലാ കഥാവേ ശക്തിയേറിയ വചനങ്ങൾക്കായും ആലോചനകൾക്കായും ഒക്കെ നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജീവൻ കഥാവേ ഞങ്ങളിൽ വാഴുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ ആത്മാവിൽ സ്വീകരിക്കുന്നപ്പാ. ദൈവമേ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാവരെയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്താണോ അതിന് മേലൊക്കെ ജയം എടുക്കുവാൻ തക്കവണ്ണം ഈ ദിവസം
ദിവസങ്ങളിൽ പ്രിയമക്കളെ സഹായിച്ചാട്ടെ അപ്പ. ദൈവമേ അത്ഭുത സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ദൈവമേ സിസ്റ്റർ ബ്രദറെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ. തുടർന്ന് നടക്കുന്ന ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങുകളെയും പ്രയർ സ്റ്റേഷൻസിനെയും ഒക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ക്രിസ്തുവിന്റെ സമാധാനവും സ്നേഹവും ഹല്ലേലൂയ കഥാവെ ജീവനും എല്ലാ മക്കളിലും വാഴുന്നതിനായി നന്ദി പറയുന്നപ്പോ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇത്ര നേരം പ്രാർത്ഥിക്കാൻ ദൈവം അവസരം തന്നല്ലോ. താങ്ക് യു ഓൾ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ലോർഡ് ജീസസ്.